എന്താ പറയാ, ഉത്സാഹത്തിലാണ്, സന്തോഷത്തിലാണ്. ഒരു സന്തോഷം എന്ന് പറയുമ്പോ ആ സന്തോഷത്തെ നമുക്ക് എങ്ങനെയാ കിട്ടുക എന്നുള്ളതൊന്നും ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല. RCM എന്ന പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം സാറ് പറഞ്ഞ പോലെ, രാജൻ സാറ് പറഞ്ഞ പോലെ എന്തൊക്കെയോ മാറ്റങ്ങൾ. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനം, ഒരു ദൃഢനിശ്ചയം അത് ഉള്ളിൻ്റെ ഉള്ളില് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. ആദ്യമായിട്ട് ഞാൻ സഫയർ ആയിട്ടുള്ള മൂർത്തി സാറിനെ, കേരളത്തിന്റെ ഗുരുനാഥൻ, ഞാനൊരു നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തിന് നന്ദി പറയാനുള്ള ഒരു എന്താ പറയാ ടീം ലീഡർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ആദ്യമായിട്ടൊക്കെ ഒരു ക്ലാസ്സിന് പോകുമ്പോ എയർഫോഴ്സ് ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് ഒരു 10ഓ 15ഓ പ്രൊഡക്റ്റുകളുള്ള സമയത്ത് RCM മനസ്സിലാക്കി, അതിന്റെ ആ ഒരു ദീർഘവീക്ഷണം മനസ്സിലാക്കി RCM നെഞ്ചോട് ചേർത്ത ഒരു പ്രതിഭ. ബിൽവാര ട്രിപ്പിന് പോയപ്പോ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു തലപ്പാവ് RCM MD ത്രിലോക് ചന്ദ് ചാബ്രാജി വെക്കുന്നത് കണ്ടപ്പോ കണ്ണു നിറഞ്ഞുപോയി. കാരണം അത് വന്നു വീണത് ഓരോരുത്തരുടെ തലകളിലാണ്, കേരളത്തിന്റെ ശിരസിലാണ്. അത് പ്രൊമോട്ട് ചെയ്യുന്ന RCM ബിസിനസിനെ വിശ്വസിക്കുന്ന, മനസ്സിലാക്കിയ ഓരോ ആളുകളുടെയും തലയിലാണ് ആ തലപ്പാവ് വന്നു വീണത്. അഭിമാനം തോന്നി ആ ഒരു സമയത്ത്. അത് കാണാനും, നേരിട്ട് കാണാനും ഒരു ഭാഗ്യം ഉണ്ടായി. കൂടാതെ ഡോക്ടർ രാജൻ സാർ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ രാജൻ സാറ് ഇന്നിവിടെ ഇൻവൈറ്റ് ചെയ്തു തന്നെ. അദ്ദേഹമൊക്കെ എന്താ പറയാ, ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു അമാനുഷിക ഒരു കഴിവുകളുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ കൈകളിലൊക്കെ ചെന്ന് എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം, ഒരു ഗുരുനാഥനായിട്ട് അദ്ദേഹത്തെ കിട്ടുക, മാതാപിതാ ഗുരു ദൈവം അദ്ദേഹത്തിന്റെ കൈകളിലൊക്കെ ചെന്ന് വിട്ടു. എന്താ പറയാ, ഒരുപാട് സന്തോഷം. എനിക്ക് എന്താ പറയാ, അത് മനസ്സിന്റെ ഉള്ളിലാണ് അവരോടൊക്കെയുള്ള സ്നേഹം. അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൂടാതെ എക്സ് മിലിറ്ററി സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറ്, എന്താ പറയാ, ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം വിളിച്ചിരുന്നു. പറയുന്ന വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ കൂടാതെ എന്നെ ഈ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയ എമറാൾഡ് പൊസിഷനിൽ ഇരിക്കുന്ന പവർഫുൾ ലീഡർ സജീവ് കുമാർ സാർ. ഒരു മെന്റർ എങ്ങനെയാവണം, അത് കറക്റ്റായിട്ട് കാണിച്ചു തന്ന ഒരു വ്യക്തി. ഒരു മെന്റർ ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന്റെ മെന്ററിങ്ങിലൂടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറയുന്ന വാക്കുകൾക്ക് ഒന്നും ഒരു മാറ്റില്ല. എന്തിനു ചെയ്യുന്നു എന്നൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ലേ. പറയുന്നു, അത് ചെയ്യുന്നു, അത്രേ ചെയ്തുള്ളൂ. അതുകൂടാതെ പ്രചോദനം തന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് പവർഫുൾ ലീഡേഴ്സ്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം പ്രത്യേകിച്ച് ചില സമയങ്ങളിൽ ഞാൻ ഗോപകുമാർ സാർ ആവാറുണ്ടെന്ന് പറയാറുണ്ട്. IS എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് കയറുമ്പോ എന്താ പറയാ, എല്ലാവരുടെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. നമ്മുടെ സുജി സാറിന്റെ പ്രോഗ്രാമുകൾ, നേരിട്ട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഹേമന്ത് സാറിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് സാറിന്റെ, അങ്ങനെയൊക്കെ എന്തോരം ഒരുപാട് ലീഡേഴ്സ് നമുക്ക് പ്രചോദനം തന്നിട്ടുണ്ട്. അതുകൂടാതെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്. എന്താ പറയാ, ഒരു സാധാരണ ജീവിതത്തിൽ നിന്നും കയറി വന്ന ഞാൻ, അങ്ങനെയുള്ള സാധാരണ എന്താ പറയാ വ്യക്തികളെ കൊണ്ടുവന്ന് ഈ മാസം തന്നെ പേള എന്നൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സുന്ദരൻ സാറ്, ദാസൻ സാറ്, അതുപോലെ തന്നെ അഭിലാഷ് സാറ്, ജെമി മാഡം, ജസ്റ്റിൻ സാറ്, ഒത്തിരി ആളുകൾ. എന്താ പറയാ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ എന്താ പറയാ, ഒരു പിടി ലീഡേഴ്സ് വന്നപ്പോ അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായപ്പോ വളരെയധികം സന്തോഷം. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷൈൻ ബാബു. ബേസിക്കലി ആംഗണ്ടിയൂർക്കാരനാണ്. തൃപ്രയാറിൽ ഇപ്പൊ താമസിക്കുന്നു, ഇപ്പൊ സ്ഥിര താമസമാണ്. ഞാനൊരു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്.
ജീവിതം മുന്നേറ്റു പോകാനായിട്ട് ഓട്ടോ ഓടിച്ചിരുന്ന സമയത്തൊക്കെ സൈഡിലൂടെ ആശുപത്രിപ്പണിക്കും പോകുമായിരുന്നു. ഞാനൊരു പെയിന്ററാണ്, പോളിഷറാണ്. ജനറൽ മെക്കാനിക് പോളിടെക്നിക്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു കുറച്ചു നാള്. വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് ഒരു പരിചയമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നു, ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങളൊന്നുമില്ല. വർഷങ്ങൾ കഴിയുന്തോറും കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു, ഒരു വയസ്സ് കൂടുന്നു. എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മുന്നിലിരിക്കുന്ന ഓരോ വ്യക്തികളും ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ചെയ്തിരുന്ന ഇപ്പൊ ആർസിമിലാണ്, അതിനു മുമ്പ് നമുക്ക് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? ഒരു മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല, ജീവിച്ചു പോയിരുന്നു. തൃപ്രയാറിൽ താമസമാക്കിയപ്പോ ഓട്ടോ സ്റ്റാൻഡ് തൃപ്രയാർ അമ്പലത്തിന്റെ അടുത്ത് തന്നെ വേണമെന്നൊരു വാശി. കാരണം കാലത്തും വൈകിട്ടും അദ്ദേഹത്തെ ഒന്ന് തൃപ്രയാറപ്പനൊന്ന് തൊഴാലോ. മറ്റുള്ള ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ഒത്തിരി ഓട്ടങ്ങൾ കൂടുതലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ എന്റെ ആവശ്യം അദ്ദേഹത്തെ ഒന്ന് തൊഴാം, രണ്ടു നേരം ഒന്ന് തൊഴാലോ എന്ന് വിചാരിച്ചിട്ടാണ് തൃപ്രയാർ അമ്പലത്തിന്റെ അവിടെ തന്നെ വണ്ടി ഞാൻ സ്റ്റാൻഡ് അവിടെ ആക്കിയത്. എനിക്ക് എന്റെ കുടുംബം, ഭാര്യ, 2 കുട്ടികള്, ഇരട്ട കുട്ടികളാണ്. അച്ഛനുണ്ട്, പെങ്ങളുണ്ട്, ഒരു അനിയനുണ്ട്. ഇത്രയേ ഉള്ളൂ, അമ്മയില്ല. ജീവിച്ചു പോകുന്നതിനിടയിൽ 2 കുട്ടികള് ഒരുപാട് എന്താ പറയാ രോഗാവസ്ഥകള്. ഒരു മാസത്തിൽ 4 പ്രാവശ്യം ഡോക്ടറെ എത്തി കൊണ്ടുപോകണം. എനിക്കും ശാരീരികമായിട്ടുള്ള ക്ഷമതകൾ കുറയുന്നു. മരുന്നുകളുടെ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സമയത്താണ് എന്നെ RCM ആദ്യമായിട്ട്, ഞാനൊരു കിഡ്സ് ആണ് എന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചത്. ഒരു മാർവലസ് പ്രൊഡക്റ്റ് കിഡ്സ് കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞ് എന്റെ ഗ്രേറ്റ് ലീഡർ സജീവ് കുമാർ സാർ എന്നെ ഏൽപ്പിച്ചപ്പോ പ്രതീക്ഷിച്ചില്ല, ജീവിതം തന്നെ മാറി മറിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ കിഡ്സ് ഉപയോഗിച്ചു. കുട്ടികൾക്ക് കാലത്ത് സ്ഥിരമായിട്ട് കൊടുക്കാൻ തുടങ്ങി. ഒരു മാസത്തിൽ 4 പ്രാവശ്യം കൊണ്ടുപോകേണ്ട കുട്ടികളെ പതുക്കെ പതുക്കെ അത് രോഗാവസ്ഥകൾ മാറാൻ തുടങ്ങിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പ്രൊഡക്റ്റ് കഴിച്ചതിന് ശേഷമാണ് കുട്ടികളുടെ രോഗാവസ്ഥകൾ മാറി. അപ്പോഴും എനിക്ക് യഥാർത്ഥത്തില് ഈ സിസ്റ്റത്തെ കുറിച്ചോ ഒന്നിനെ കുറിച്ച് അറിയില്ല. ഒരു ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്നു. എനിക്ക് ദേഷ്യം വരുന്നു. ഓരോ പ്രസ്ഥാനവുമായിട്ട് ഓരോരുത്തർ വരും, എന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അരോചകമായി തോന്നി, വിഷമിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിളികൾ കാണുമ്പോൾ ഞാൻ എടുക്കാറില്ല, സജീവ് കുമാർ സാറിന്റെ വിളികൾ കാണുമ്പോൾ. ഒരു പ്രോഗ്രാമിനെ വിളിച്ചു, ഞാൻ നുണ പറഞ്ഞിട്ട് ഒഴിവായി. പക്ഷെ അന്ന് നമുക്കറിയില്ല ആ വിളിക്കുന്നത്, നമ്മളിപ്പോ ഓരോ വ്യക്തികളെയും വിളിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, അവര് വരാറില്ല, ക്ലാസ്സിന് വരാറില്ല, പങ്കെടുക്കാറില്ല, പ്രൊഡക്റ്റ് ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മളൊക്കെ വിളിക്കുമ്പോ ഒരു ദൈവദൂതനെ പോലെയാണ് വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇതെന്തിനാണ് അന്നറിയില്ല. ഈ ഒരു പ്രൊഡക്റ്റുകൾ നല്ലതാണ്, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകളാണ്, ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്, അത് ഹെൽത്ത് ഓറിയന്റഡ് ആണ്, ചലഞ്ചിങ് പ്രൈസിന് നമുക്ക് കിട്ടും. ഇതൊന്നും നമുക്കറിയില്ല. അതിലൂടെ വളർന്നു വലുതാവാം. ഇന്നിപ്പോ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥ, ഈ ഒരു പൊസിഷൻ, ഒരു ടെക്നിക്കൽ അച്ചീവർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഗസറ്റഡ് റാങ്കിൽ ഇരിക്കുന്ന ഒരാളുടെ വരുമാനം, പച്ചമഷി കൊണ്ട് ഒപ്പിടാവുന്ന ഒരാളുടെ വരുമാനം മേടിക്കാനുള്ള ലെവലിലേക്ക് തന്നെ എത്തിക്കാമെന്നോ. ഇനിയും പ്രതീക്ഷകൾ. ഈ മാസം തന്നെ അടുത്ത ലെവൽ 20,000-നും 85,000-നും ഇടയിൽ വരുമാനത്തിലേക്ക് ഞാൻ മാറാനായിട്ട് പോകുന്നു. അടുത്ത വർഷം മാർച്ചിൽ ഏകദേശം ഒരു എമറാൾഡ് എന്നൊരു പൊസിഷൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇനിയും ലെവലുകൾ ഇങ്ങനെ മാറി മറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന് എന്നെ വളർത്താനാണോ? എന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണോ? കൊറോണ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പേ ഒരു 9.5 ലക്ഷം രൂപ വരെയുള്ള ഒരു കാറ് സ്വന്തമായിട്ട് മേടിക്കാനായിട്ട് കഴിഞ്ഞു. അതിലേക്ക് എന്നെ പ്രാപ്തനാക്കാനാണോ? മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അറിയില്ല. ഇന്ന് എത്ര പേരുണ്ടെങ്കിലും അതിന് മുന്നിൽ കയറുന്നുകൊണ്ട് ഒരു ഹാളിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കണം എന്നൊക്കെ
10 ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടാനാണോ അദ്ദേഹം വിളിക്കുന്നത്? ഒരുപാട് ടൈം ഫ്രീഡം കിട്ടാനാണോ? ഒറ്റയ്ക്ക് പണിയെടുത്ത് മതിയായിട്ടുണ്ട്. ഓരോ വെയിൽ കൊള്ളുമ്പോഴും ഞാൻ ആലോചിക്കും, ഭഗവാനെ, നമ്മളെ സൃഷ്ടിച്ചത് പണിയെടുക്കാനാണോ? പണിയെടുക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റാനാണോ? എന്നും പണി, എന്നാലോ മാറ്റമില്ല. വർക്ക് ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നേട്ടങ്ങളൊന്നുമില്ല. അപ്പോ ഇദ്ദേഹം ക്ഷണിക്കുമ്പോ എങ്ങനെയെങ്കിലും കൂടുതൽ പണിയെടുക്കുന്നു. 6:15 സ്റ്റാൻഡിലെത്തുന്നു, 10-10:30 വീട്ടിലെത്തുക. ഓട്ടമില്ലാത്ത സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഓടാനായിട്ട് ശ്രമിക്കുന്നു. വെറുതെ ഇരിക്കാൻ ആഗ്രഹമില്ല. ഇനി ആ പണിയില്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തൊഴിൽ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയാണ് മനസ്സിന്റെ ഉള്ളിൽ. പക്ഷെ ഇദ്ദേഹം വിളിക്കുന്നുണ്ട് ഒരു ദൈവദൂതനെ പോലെ. ഒരു കടാക്ഷം, തൃപ്രയാറപ്പന്റെ ഒരു കടാക്ഷം, കിഡ്സിലൂടെ അദ്ദേഹം കൊണ്ടുതന്ന ഒരു മനോഹാരിത, ജീവിതത്തിൽ മാറ്റങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെടുന്നു. പല സ്ഥലങ്ങളിലും ആളുകൾ ക്ലാസ്സിന് വിളിക്കുമ്പോൾ ആ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പൊന്നാട അണിയിക്കുന്നു, മാലയിട്ട് സ്വീകരിക്കുന്നു, ബൊക്ക തരുന്നു. അതിനു വേണ്ടിയിട്ടാണോ അദ്ദേഹം വിളിക്കുന്നത്? എനിക്കറിയില്ലായിരുന്നു. ഇന്നിപ്പോ ഞാൻ ചെയ്യുന്ന ഈ വർക്ക് ഞാൻ ചെയ്തില്ലെങ്കിലും എന്റെ നോമിനി ആയിട്ടുള്ള എന്റെ ഭാര്യയ്ക്ക് ഈ ഒരു വരുമാനത്തെ മേടിക്കാം. ഞാൻ 1 ലക്ഷം രൂപയിലാണ് ഞാൻ ഇല്ലാണ്ടാവുന്ന, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതെന്റെ ഭാര്യയ്ക്ക്, നോമിനി ആയിട്ടുള്ള ഭാര്യയ്ക്ക് മേടിക്കാം. ഇനി ഞാനും എന്റെ ഭാര്യയും ഈ ലോകത്തില്ല, എന്റെ മക്കൾക്ക് അത് തുടർന്ന് മേടിക്കാം. സെക്യൂരിറ്റി ആയി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് പോലും ഇല്ലാത്ത ഒരു സെക്യൂരിറ്റി. 10 ലക്ഷം രൂപയിൽ നിന്നാണ് നമ്മൾ ഇല്ലാതാവുന്നതെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്. അതിലേക്കാണ് അദ്ദേഹം വിളിക്കുന്നത്. എന്റെ സെക്യൂരിറ്റിക്കാണ് വിളിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നൊന്നും. ടൂർ പ്രോഗ്രാമുകൾ, കുറച്ച് ഒരാഴ്ച മുമ്പ് ഒരു ഗോവ ട്രിപ്പ് കഴിഞ്ഞ് വന്നെത്തിയുള്ളൂ. പാട്ട് പാടാനും ആടാനും സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആർസിമിൽ വന്ന ശേഷം. അതിനു മുമ്പ് ഞങ്ങൾ ടൂർ പോകുമായിരുന്നു, 2 ദിവസത്തെ ടൂർ പോകുമായിരുന്നു. ചില പൂരങ്ങൾക്ക് ഞങ്ങൾ സന്തോഷിക്കാനായിട്ട് പാട്ടിന്റെ ഇടയിൽ നമ്മൾ ആടാനൊക്കെ പോകുമായിരുന്നു. സിനിമ കാണാൻ പോകുമായിരുന്നു സന്തോഷത്തിന് വേണ്ടി. തിരിച്ചു വന്നാൽ വീണ്ടും ഇതേ ഗതി തന്നെ, ഒരു മാറ്റവും ഇല്ല. വീണ്ടും പഴയ പ്രശ്നങ്ങളിലൂടെയുള്ള യാത്ര. സന്തോഷം കഴിഞ്ഞു, അത് കഴിഞ്ഞാലും വീണ്ടും പ്രശ്നങ്ങൾ. പക്ഷെ ആർസിമിൽ ടൂർ പോയി വന്നു ഞങ്ങൾ, ഒരു 5-6 ദിവസത്തെ ടൂർ കഴിഞ്ഞ് വന്നു. പക്ഷെ സന്തോഷങ്ങളാണ്, നിലനിൽക്കുന്ന സന്തോഷങ്ങൾ. ഇതിനാണോ ആള് വിളിക്കുന്നത്? എന്റെ കുടുംബത്തിലേക്ക് ഞാൻ എന്റെ ഭാര്യയും എന്റെ മക്കളും കൂടി ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയിലേക്ക് പോയി, രാജസ്ഥാനിലേക്ക് പോയി. അവിടെ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സോപ്പും പൊടി, ആട്ട, തവിടെണ്ണ ഉണ്ടാക്കുന്ന പഞ്ചാബിൽ ഫാക്ടറിയിൽ പോയി. ഇതൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. താജ്മഹലിന്റെ മുന്നിൽ എത്തിയിട്ട് അതിന്റെ അകലെ നിന്നിട്ട് ഞാൻ എന്റെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, ഇതേ നിൽക്കുന്നു താജ്മഹൽ, കണ്ടോ? ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരൻ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് വിളിക്കുമ്പോ, ഇനി ഓട്ടോ ആയിക്കോട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയാ, വക്കീലായിക്കോട്ടെ, ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയിക്കോട്ടെ, KCB ഉദ്യോഗസ്ഥന്മാരോ, ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, സക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം, സക്സസ് എന്ന് പറയുമ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിലൂടെ എല്ലാം നേടാം എന്നുള്ള ഒരു അബദ്ധധാരണയായിരുന്നു എന്റെ ജീവിതത്തിൽ. ഞാൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിലൂടെ, ഞാൻ ചെയ്യുന്ന കാർപ്പൻ്റർ വർക്കിലൂടെ എനിക്കെല്ലാം നേടാൻ പറ്റും, അതാണ് എന്റെ സക്സസ് എന്നാണ് ഞാൻ ധരിച്ചത്. ഇന്നിവിടെ സാറ്റിസ്ഫാക്ഷൻ. 15ഓളം കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റും, സ്ട്രോബെറി പ്രൊഡക്റ്റും, കൊക്കോ പ്രൊഡക്റ്റും, വുമൺ ടാബ്ലറ്റും, മെൻ ടാബ്ലറ്റും, സഞ്ജീവിനി പ്രാശയും കൊടുത്തിട്ട്, തവിടെണ്ണയും കൊടുത്തിട്ട് 15ഓളം ആളുകൾക്ക് കുട്ടികളുണ്ടായി. ഇന്നലെ പോലും ഞാൻ ഒരു 9 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് ഇന്നലെ ഞാൻ മെൻ ടാബ്ലറ്റും വുമൺ ടാബ്ലറ്റും ഞാൻ കൊടുത്തു. ഇന്ന് ഞാൻ ആ
സഞ്ജീവനി പ്രാശയും തവിടെണ്ണയും പ്രൊഡക്റ്റും ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ വെല്ലിശന്മാരുടെയും എന്റെ പാപ്പന്മാരുടെയും അതേപോലെ തന്നെ എന്റെ സുഹൃത്തുക്കളുടെയും നേരിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് കൊടുത്തപ്പോഴൊക്കെയാണ് അവർക്ക് ആ കുട്ടികൾ ഉണ്ടായത്. അവർ ഈ മണ്ണിൽ ഓടിക്കളിക്കും. അവർ സന്തോഷിച്ച് നടക്കുമ്പോ പറയും, ദാ കണ്ടില്ലേ ആ ഷൈൻ ബാബു എന്നൊരു വ്യക്തിയാണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് തന്നത്. അതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി, എനിക്ക് സംതൃപ്തി ഉണ്ടായി. എന്റെ ജീവിതത്തില് പല രോഗങ്ങളും മാറാനായിട്ട് കാരണം ഉണ്ടായി. ഗർഭാശയത്തിൽ കുരുക്കളും മുഴകളും ഉണ്ടാവുന്ന PCOD മാറാനായിട്ട് കാരണം ഉണ്ടായത് നമ്മളെ വുമൺ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ്. അത് ഇന്നാള് തന്നതാണ്. ഷൈൻ ബാബു എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോറിക്ഷക്കാരൻ തന്നതാ. PMS, പ്രീ മെൻട്രസ് സിൻഡ്രം, അതായത് നമ്മുടെ പീരീഡ് സംബന്ധമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ ഉള്ള ടാബ്ലറ്റ്, വുമൺ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറും. ക്ഷീണം തളർച്ചയാണ് എന്റെ മോൾക്ക്, എന്റെ വൈഫിനെ വുമൺ ടാബ്ലറ്റ് കൊടുക്കുന്നു. അവർ നല്ല എൻജോയ് ആയിട്ട് എനർജറ്റിക്കലായിട്ട് ഇരിക്കുന്നു. അത് കൊടുക്കാനായിട്ട് പറ്റി ഒരു സാറ്റിസ്ഫാക്ഷൻ. സോറിയാസിസ് ബാധിച്ചിരിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് സോറിയാസിസ് മാറിപ്പോകുന്നു തവിടെണ്ണ കൊടുത്തപ്പോ. അതുപോലെ തന്നെ ഓരോരോ രോഗങ്ങളും, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും സ്ട്രോക്ക് വരാതിരിക്കാൻ, എല്ല് തേയ്മാനത്തിന്, അല്ലെ, ചമണം പടിഞ്ഞിരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ബീജ കൊടുത്തപ്പോ അവരുടെ മുട്ടിന്റെ ഉള്ളിൽ സൈനൽ ഫ്ലൂയിഡ് കറക്റ്റ് ആയിട്ട് വന്ന് അവരുടെ എന്താ പറയാ അവര് കറക്റ്റ് ആയിട്ട് എന്താ പറയാ ഇരുന്ന് മാല കോർക്കുന്ന രീതിയിലേക്ക് ചമ്രം പടിഞ്ഞിരിക്കുന്നു. ഡോക്ടർമാർ വിധി എഴുതി ചമ്രം പടിഞ്ഞിരിക്കാൻ ഇനി ജീവിതത്തിൽ പറ്റില്ല, നടക്കാൻ പറ്റില്ല. നമ്മുടെ ബീജ ബോൺ ആൻഡ് ജോയ് കൊടുത്തപ്പോ അതൊക്കെ പറ്റി. ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അല്ലെ. നമ്മുടെ എന്താ പറയാ സക്സസ്, ഹെൽത്ത്, അതുവരെ നമുക്ക് അറിയുമായിരുന്നോ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണങ്ങൾ ഉണ്ടാവും? മായം കലർന്ന ഭക്ഷണങ്ങളുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ പാരാഫിൻ ഓയിലും പെട്രോളിയം ജെല്ലി നിറഞ്ഞിട്ടുള്ള സാധാരണ ഓയിലുകളും മേടിച്ച് ഉപയോഗിച്ച് ആളുകൾ രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെടുത്തി തവിടെണ്ണ മേടിച്ചുപയോഗിക്കാൻ തുടങ്ങി. 160 ഡിഗ്രിക്കും 200 ഡിഗ്രിക്കും ഇടയിൽ പുകയുന്ന തവിടെണ്ണ ഉപയോഗിച്ചപ്പോൾ അവർക്ക് ട്രാൻസ്ഫാറ്റിക് ശരീരത്തിലേക്ക് എത്തിയില്ല. സുഖമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ആമാശയത്തിലും ഉള്ളിന്റെ ഉള്ളിലും ഒക്കെ അഴുക്കുകളെ 1400 മില്ലി ഓറൈസിനോൾ ഇങ്ങനെ കഴുകി കളഞ്ഞപ്പോ അവർക്ക് ഒരു എനർജി കിട്ടി. ഇപ്പൊ മോനെ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നല്ലൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഇപ്പൊ ഒരു ശരീരത്തിന് ഒരു സുഖമുണ്ട്. പണ്ടൊക്കെ അങ്ങനെയല്ല. ഈ ജോയിന്റിലൊക്കെ ഒരു ജാതി വേദനയും പേശി വേദനയൊക്കെ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ പതുക്കെ മാറി. കാരണക്കാരനാവാൻ പറ്റും. ഇതിനാണോ ആളെന്നെ വിളിച്ചിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒറ്റയ്ക്ക് പണിയെടുത്ത് ഇങ്ങനെ ജീവിച്ചു പോന്നിരുന്നു. ഇന്ന് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് നല്ല ഒരു വ്യക്തിത്വങ്ങളുണ്ട്. അവരൊക്കെ എന്താ പറയാ, എല്ലാവരും വർക്ക് ചെയ്യുന്നു, അവരവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അത് നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും. ടൈം ഫ്രീഡം കിട്ടും. 3000-ഓളം ആളുകൾ 1 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു ദിവസം കിട്ടുന്ന വർക്കിംഗ് അവർ 3000 മണിക്കൂർ. നമ്മൾ 8 മണിക്കൂറും 10 മണിക്കൂറും കിടന്ന് നീറി അല്ലെ 45 വർഷം കഠിനമായിട്ട് അധ്വാനിച്ച ആരോഗ്യമില്ല, വരുമാനം ഇല്ലാത്ത രീതിയിലേക്ക് മാറാം. അതൊരു ഓപ്ഷനാണ്. നമുക്ക് എങ്ങനെയോ സാഹചര്യത്തിൽ നമുക്കൊരു ജോലി കിട്ടുന്നു. ആ ജോലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ സക്സസ് ഉണ്ടാക്കാവുന്നു നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ ഇവിടെ ടൈം ഫ്രീഡം കിട്ടുമ്പോ നമ്മളെ പോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ വരുമ്പോ നമ്മുടെ വർക്കിംഗ് അവർ കൂടുന്നു. മണി ഫ്രീഡം, വരുമാനമാണോ സമ്പത്താണോ വേണ്ടെന്ന് ചോദിക്കുമ്പോ ആളുകൾക്ക് വേണമെങ്കിൽ വരുമാനത്തിന് വേണ്ടി പണിയെടുക്കാം, സമ്പത്തിന് വേണ്ടി പണിയെടുക്കാം. പക്ഷെ അവിടെ ടൈം ഫ്രീഡം വരണം. തൃപ്രയാർ അമ്പലത്തിന്റെ പടിഞ്ഞാറ് സൈഡിൽ ഒരു വ്യക്തിയുണ്ട്, ഒരു ഹോൾസെയിലുകാരനാ. അവിടെ കാലത്ത് ചെന്നിരിക്കും, രാത്രിയോളം പണി തന്നെ പണി. ആ കാൽക്കുലേറ്റർ കൂട്ടല പണി. ഭാര്യ വിളിക്കുന്നു, ചേട്ടാ ഇന്ന് നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോവാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് പോവാം. നേരമില്ല, നീ ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് പോകും. സമയമില്ല, ആളുകൾക്ക് സമയമില്ല.
ഒന്നിനും സമയമില്ല. ആളുകൾ ഓടിക്കൊണ്ടിരിക്കുക, നെട്ടോട്ടത്തിലാണ്. ആരോഗ്യത്തിനും വരുമാനത്തിനും വേണ്ടിയിട്ടും ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ RCM എന്ന പ്രസ്ഥാനത്തിൽ വളർത്തി വലുതാക്കി അവർക്ക് നല്ല ടൈം ഫ്രീഡം, മണി ഫ്രീഡം, സെക്യൂരിറ്റിയും അതേപോലെ തന്നെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ കൊടുത്ത് അവർക്ക് നല്ല ടൂർ പ്രോഗ്രാമുകളിലൊക്കെ പോയി സന്തോഷം കൊണ്ട്, എന്താ പറയാ, പോസിറ്റീവ് റിലേഷൻ, നല്ല നല്ല ബന്ധങ്ങളൊക്കെ കിട്ടി, സുഖസമൃദ്ധിയായിട്ട്, ടെൻഷൻ ഇല്ലാതെ, നോ ടെൻഷൻ, നോ ബോസ്, നോ ഷോപ്പ്, നോ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലേക്കൊക്കെ മാറി ഒരു ടെൻഷൻ ഫ്രീ ആവുമ്പോൾ തന്നെ ആളുടെ ജീവിത രീതി മാറും. ഇനി എന്ത് ചെയ്യും നമ്മള്? ഇനി എന്ത് ചെയ്യുമെന്നുള്ള പേടിയാണ് ആളുകൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ. പേടിച്ചിരിക്കുക. ഇനി എന്ത് ചെയ്യും? എന്റെ മക്കളെ പഠിപ്പിക്കാൻ എന്ത് ചെയ്യും? തൊഴിലവസരങ്ങൾ കുറയുണ്ട്, വരുമാനം അതേപടി നിൽക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു. ഇതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ, തൊഴിലവസരങ്ങൾ കുറയുന്നു, വരുമാനം അതേപടി, പക്ഷെ ചെലവുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. വീണ്ടും 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 കൂടിക്കുന്നു. അതേപടി നിലനിന്ന് കഴിഞ്ഞാൽ അടുത്ത 5 വർഷമാകുമ്പോൾ എന്ത് ചെയ്യും? ഒരു എന്തെങ്കിലും ഒരു അവസരത്തെ നമ്മൾ പിടിമുറുക്കിയില്ലെങ്കിൽ, ഒരു നല്ലൊരു അവസരത്തെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഒമിക്രോൺ ഒക്കെ വന്നിട്ട് ഇനി എന്തോരം അടച്ചിടലുകളിലേക്ക് വരുമെന്നൊന്നും നമുക്കറിയില്ല. എന്ത് ചെയ്യും? ഈ ഒരു സമയത്ത് RCM എന്ന പ്രസ്ഥാനത്തെ നോക്കി കാണുന്ന, അല്ലെങ്കിൽ അതിലൂടെ ജീവിക്കുന്ന, അതിനുവേണ്ടി സമയങ്ങൾ കൊടുക്കുന്ന ഓരോ വ്യക്തികൾ എടുത്ത് നോക്കിക്കോളൂ. ഇനി വിജയിക്കാത്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും. RCMലേക്ക് വന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ നല്ലൊരു മെന്ററെ കിട്ടണം. അത് തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിവുണ്ടാവണം. നമ്മളൊരു നല്ലൊരു മെന്റി ആവണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഉപദേശം സ്വീകരിക്കുന്ന ആളാവും. അല്ലെ? ഗാന്ധിജിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു നല്ലൊരു മെന്റർ ഉണ്ടായിരുന്നു, അല്ലെ? ഗോപാലകൃഷ്ണ ഗോഖലെ. അതേപോലെ തന്നെ ആനി ബെസന്റ് ജിദ്ദ കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ മെന്റർ. ഒബാമ, മിഷേൽ റോബിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് മാറി പിന്നീട് അദ്ദേഹമായിരുന്നു ആളുടെ മെന്റർ. അപ്പൊ ഓരോ വിജയിച്ച വ്യക്തികൾക്കും മെന്റർ ഉണ്ടായിരുന്നു. എന്റെ മെന്റർ സജീവ് കുമാർ സാർ. അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഒരു മാറ്റവും ഇല്ല. ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും, കിണറ്റി ചാടാൻ പറഞ്ഞാൽ ചാടും. കാരണം എന്തെങ്കിലും അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു മെന്ററെ തെരഞ്ഞെടുക്കുന്നതിലും നമ്മൾക്കൊരു കഴിവ്, അതനുസരിക്കുന്നതിലും നമുക്കൊരു കഴിവുണ്ടെങ്കിൽ RCM ബിസിനസ്സിൽ ഏതറ്റം വരെ നമുക്ക് പോകാനായിട്ട്. അപ്പൊ ഇതൊന്നും എനിക്കറിയുമായിരുന്നില്ല. ഇദ്ദേഹം നിരന്തരമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ക്ലാസ്സിന് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം. ഇനി ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കാര്യമില്ല, വീട്ടിലേക്ക് അന്ന് ചെറിയൊരു ഒമിനി വാൻ ഉണ്ട്, ഒമിനി വാനിൽ കൊണ്ടുവന്നാലേ ഇദ്ദേഹം ഇനി അങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോ കറുകുറ്റിയിൽ 2 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർ രായൻ സാറും ഗിരീഷ് സാറും നയിക്കുന്ന ആ ഒരു വലിയൊരു ക്ലാസ്. ആ ക്ലാസ്സിന് ഞാൻ പതുക്കെ പുറപ്പെട്ടു. അദ്ദേഹത്തിന് ഒമിനി വാനില് ഒരു പ്രേഹാള്, ഒരു എന്താ പറയാ, ഒരു ദൈവാധീനം നിൽക്കുന്ന ഒരു ഹാള്. ആ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാനൊരു തീരുമാനം എടുത്തത്. 2 ദിവസത്തെ ക്ലാസ് ആയതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ഇറങ്ങിപ്പോരും. ആ ഉച്ചയ്ക്ക് തന്നെ ഞാൻ അവിടുന്ന് തിരിച്ചു പോരും. ഭാര്യയോട് കൂടി ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കിയിട്ടാണ് പോണത്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൽ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിന് ഒരു പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു പോരാം എന്ന് ഭാര്യയോട് കൂടി ദേഷ്യപ്പെട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്റെ കൂട്ടുകാരിത്തി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ജിഷ മാഡം, സജു സാറിന്റെ വൈഫ് എന്റെ ഭാര്യയുടെ കൂട്ടുകാരിത്തി, ആരും ആയിക്കോട്ടെ, ഞാൻ തിരിച്ചു പോരും. അവിടെ നിൽക്കാൻ എനിക്ക് നേരമില്ല. ഡ്രസ് എടുത്തില്ല, ദേഷ്യത്തോട് കൂടിയിട്ട് ഡ്രസ് എടുത്തില്ല. കാരണം എനിക്ക് തിരിച്ചു പോരണം, ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു പോരും. ഇദ്ദേഹം കാണാതെ ഞാൻ ബാക്കിൽ ഇരുന്നുകൊണ്ട് തിരിച്ചു പോരും എന്ന വാശിയോട് കൂടിയിട്ടാണ് കറുകുറ്റി ഹാളിലേക്ക് ആദ്യമായിട്ട് RCM എന്റെ ക്ലാസ് കേൾക്കാനായിട്ട് പോകണം. അന്ന് ക്ലാസ് കേൾക്കാൻ പോയപ്പോ ഡോക്ടർ രായൻ സാറും ഗിരീഷ് സാറും നയിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ മാർക്കറ്റിംഗ് പ്ലാൻ കേൾക്കുന്നു. ആദ്യമായിട്ട് മാർക്കറ്റിംഗ് പ്ലാൻ. ഇടനിലക്കാരും പരസ്യക്കാരും നിറഞ്ഞു നിൽക്കുന്ന ആ 50 രൂപയുടെ സാധനങ്ങൾ 100 രൂപയ്ക്ക് മേടിക്കുന്ന ആ ഒരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന്റെ രീതികളും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന്റെ രീതികളും നേരിട്ട് കമ്പനിയുടെ ഷോപ്പിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന രീതികളും അതിനെക്കുറിച്ചുള്ള കുറെ ദോഷവശങ്ങളും കേട്ടപ്പോ എനിക്ക് അന്ന് എന്തോ ഒരു 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 വിറയൽ എനിക്ക് തോന്നി.
ശരിയാ. പണിയെടുക്കാണ്ടല്ല, ജീവിതം മുഴുവനും പണി തന്നെ, പണി പണി പണി. നമ്മുടെ ഈ എന്താ പറയാ, അതിന് മാവുമ്മലൊക്കെ നിൽക്കുന്ന ഇത്തിക്കണ്ണി കണ്ടിട്ടില്ലേ? നമ്മൾ പണിയെടുക്കുന്നത് വലിച്ചൂറ്റിയെടുക്കുന്ന, അല്ലെങ്കിൽ ഒരു മരം വലിച്ചെടുക്കുന്നത് ഊറ്റിയെടുക്കാനുള്ള കുറെ ആളുകൾ ഉണ്ട് എന്ന് അന്ന് എനിക്ക് ബോധ്യം വന്നു. അന്ന് ബോധ്യം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ഇനി സാധനങ്ങൾ മേടിക്കും. ഞാൻ എന്തിനാ എന്റെ പൈസ മറ്റുള്ള ആൾക്ക് കൊണ്ടുകൊടുക്കും? ട്രഡീഷണൽ മാർക്കറ്റിലും പരസ്യം പറയുന്ന ആളുകൾക്കും, സച്ചിനും ഐശ്വര്യയ്ക്കും, അവർക്കൊക്കെ ഞാൻ എന്തിനു പൈസ കൊണ്ടുകൊടുക്കണം? എന്റെ കയ്യിൽ പൈസ എനിക്ക് സമാഹരിച്ചുകൂടെ? അന്ന് മുതൽ ആർസിയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചത് കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ഉപ്പും മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്കും സന്തോഷമായി. അതുവരെ നമുക്കറിയില്ല ന്യൂട്രീഷൻ എന്താണെന്ന്. വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു, അവരമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, ചോറും കറികളും മാത്രം കഴിക്കുന്നു. ശരീരത്തിലേക്ക് എന്തൊക്കെ വേണം, പ്രോട്ടീൻ വേണോ, വിറ്റമിൻസ് വേണോ, മിനറൽസ് വേണോ, ഫൈബർ വേണോ, ഇതൊന്നും നമുക്കറിയില്ല. ഒന്നും അറിയില്ലായിരുന്നു. കഴിക്കുന്ന ഭക്ഷണം അമ്മ ഉണ്ടാക്കി തരുന്ന കഴിച്ചു, ഇത്രയേ ഉള്ളൂ. അതില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ്, WHO എന്താണ്, അതിൽ RDR കണക്കുകൾ എന്താണെന്ന് അറിയില്ല. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, ഒരു ദിവസം ഒരു ശരീരത്തിലേക്ക് കിട്ടേണ്ട പോഷകതത്വങ്ങളുടെ മിനിമം അളവെങ്കിലും കിട്ടിയെങ്കിലാണ് ശരീരം ശരിയായ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. ആ പ്രായമാകുന്നതിനൊന്ന് പതുക്കെ പിടിച്ചു നിർത്താൻ, അല്ലെ? അല്ലെങ്കിൽ 50 വയസ്സായുള്ള ആളുകളൊക്കെ കാണുമ്പോൾ 80 വയസ്സ് തോന്നിക്കാനും, 50 വയസ്സായിട്ടുള്ള ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് തോന്നിക്കാനൊക്കെ കാരണം എന്താണെന്ന് അന്ന് പിടികിട്ടി. ഞാൻ കുറച്ചും കൂടിയും സീറ്റിൽ ഒന്നും കൂടെ ഉറപ്പിച്ചിരുന്നു. ശരിയാ, ആളുകളെ വിളിക്കുമ്പോ ആളുകൾ വരില്ല. ആർസിയം പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ വരില്ല. ഇന്നൊരു ക്ലാസ് ഉണ്ട്, അയ്യോ എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്, വേറൊരു സംഭവം ഉണ്ട്, അവിടേക്ക് എനിക്ക് പോകണം, അല്ലെങ്കിൽ ഇന്നൊരു പരിപാടി ഉണ്ട്, അവിടേക്ക് പോകണം. ആളുകൾ വരില്ല. പക്ഷെ ആർസിയമിന്റെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അന്ന് മനസ്സിലാവും ആർസിയം എന്താണെന്ന്. മനസ്സിലാക്കിയ ആളുകൾ ഒന്നും പിടിവിട്ടു പോവില്ല. പക്ഷെ മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചില ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ഞെരിപിരി പൂണ്ട് ഇപ്പൊ പോണം എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആരോഗ്യത്തെ കുറിച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും, ശരിയാ, വിറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചശക്തി കുറയും, വിറ്റമിൻ ബി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായ്പുണ്ണ് വരും. അങ്ങനെ ഓരോരോ വിറ്റമിൻസ് കുറയുമ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട പോഷകങ്ങൾ, അതായത് കാൽസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, സോഡിയം, അയൺ, സിങ്ക്, ഇതൊക്കെ കുറയുമ്പോഴും ഒരു ദിവസത്തേക്ക് കിട്ടേണ്ട അളവിന് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടില്ല എന്ന് പറയുമ്പോഴും പ്രോട്ടീന്റെ കുറവുകൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും, പ്രോട്ടീൻ ഇത്ര വേണം, ഇത്ര 50 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം 50 ഗ്രാം പ്രോട്ടീൻ വേണം എന്നൊക്കെ പറയുമ്പോ അപ്പൊ പതുക്കെ ഒന്ന് ഞാൻ അന്ന് ഇരുന്നത് പോലെ ആളുകൾ ഒന്ന് ഇരിക്കാൻ തുടങ്ങും. എത്രയോ ആളുകൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് എന്താ പറയാ, ഒന്ന് ആലിംഗനം ചെയ്തിട്ടുണ്ട്. ഇതാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ച എന്തൊക്കെയോ പൈസപരമായിട്ടുള്ള കുറെ പൈസ ഇങ്ങോട്ട് വെച്ച് എന്താ പറയാ, 1 വെച്ചാ 2, 2 വെച്ചാ 4, 4 വെച്ചാ 8, 8 വെച്ചാ 16, 16 വെച്ചാ 16 പോകുന്ന പ്രസ്ഥാനത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആർസിയം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയില്ല. ഇതൊരു മനുഷ്യന്റെ ആരോഗ്യവും വരുമാനവും അവരുടെ സക്സസിലേക്ക് എത്തിക്കാൻ, ഒരു മനുഷ്യന്റെ എന്താ പറയാ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാക്കി തീർക്കാം, ഒരു മനുഷ്യനെ എങ്ങനെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആർസിയം. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, രക്ഷപ്പെടാൻ ഒരു ചെറിയ മാർഗം എന്നൊക്കെ നമ്മുടെ ഡോക്ടർ രായൻ സാർ നമ്മളോട് പറഞ്ഞു തരാറുണ്ട്. റാം ക്രൈസ്റ്റ് മുഹമ്മദ്, രാമന്റെയും ക്രിസ്ത്യന്റെയും മുഹമ്മദിന്റെയും ഒക്കെ അടങ്ങുന്ന എല്ലാ മതവിഭാഗരെയും ഒന്നിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം. അപ്പോ ഇതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവരൊക്കെ പതുക്കെ എന്താ പറയാ ആർസിയമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ആരോഗ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ഇതൊന്നും ഞങ്ങൾ അറിയില്ല, ഞങ്ങളൊക്കെ സാറിനെ പോലെ തന്നെ ഇങ്ങനെ കഴിച്ചു പോയിരുന്നതാ. 3 വർഷമായി സുഹൃത്തുക്കളെ, 3-3.5 വർഷങ്ങളായിട്ട് ഇപ്പോ ആർസിയം എന്ന പ്രസ്ഥാനത്തില് നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടും നല്ല വരുമാനത്തോടു കൂടിയിട്ടും ജീവിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു 10,000-3000-ലധികം ആളുകൾക്ക് ആരോഗ്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു സക്സസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജീവിതം ആരംഭിക്കുമ്പോ അന്ന് സജീവ് സാർ ഇതിനാണ് വിളിച്ചതെന്ന് അറിയില്ല. ദേഷ്യത്തോടു കൂടി നോക്കിയ ചിന്തിച്ച ആ നിമിഷങ്ങളെ ഞാനിന്ന് ഓർക്കാണ്. കാരണം ഒരു 0 ഇൻവെസ്റ്റ്മെന്റില് നിങ്ങൾക്ക് ജീവിതം ആരംഭിക്കാൻ
1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പല ആളുകളും എന്താ ചെയ്യണേ? ലക്ഷങ്ങൾ, 50 ലക്ഷങ്ങളായാലും 1 കോടിയായി മുടക്കി 1 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് പെടാപ്പാട് പെടുന്നു. കിട്ടിയെങ്കിലായി, ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഒരു ഉറപ്പില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ്, കടം മേടിച്ചും പണയം വെച്ചും അതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ലോൺ എടുത്തും ആളുകള് പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇനി അത് നേടാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നാട് വിടണം, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ രീതിയിലേക്ക് പോകുമ്പോ നമ്മുടെ വീട്ടില് ഒരു ഹോം ഷോപ്പ്, അതായത് ഒരു എന്താ പറയാ ഒരു സ്ഥലം, നമ്മുടെ എന്താ പറയാ ഷോക്കേസ് അല്ലെ അല്ലേ പറയാ, അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഒരു മാസത്തേക്ക് ഒരു ദിവസത്തേക്ക്, ഒരു മാസത്തേക്ക് 5 സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ 3 മാസത്തേക്ക് 15 സോപ്പ് മേടിച്ച് ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളകുപൊടിയും മല്ലിപ്പൊടിയും സോപ്പും പൊടിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10,000 രൂപ കൊടുത്തിട്ട് 3 മാസത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുമ്പോ ആളുകൾക്കൊക്കെ പതുക്കെ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ചില ആള് പറഞ്ഞു ഞങ്ങളില്ല. ഒരു ആശുപത്രിപ്പണിക്കാരനായ എനിക്കൊരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ഭാര്യയെ പറഞ്ഞയക്കാൻ പറ്റില്ല. ഓട്ടോറിക്ഷക്കാരനായി എനിക്ക് ഓട്ടോറിക്ഷ എടുത്ത് എന്റെ ഭാര്യയെ പറഞ്ഞയക്കാൻ പറ്റില്ല. പക്ഷെ അയൽവക്കക്കാരെയൊക്കെ വിളിച്ചിട്ട് ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനമൊക്കെ ചെയ്ത് തവണനെ പറ്റിയിട്ട് 34 തരം രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷിയാണ്, അതിൽ പാരാഫിൻ ഓയിലോ പെട്രോളിയം ജെല്ലി ഇതൊന്നും ഉണ്ടാവാത്ത സാധനങ്ങളാണ്, നമ്മുടെ ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ 7 ദഹന പ്രശ്നങ്ങൾ മാറും. അതേപോലെ തന്നെ 34 തരം രോഗങ്ങൾക്ക് പ്രതിരോധ ശേഷി, എല്ല് തേയ്മാനം, ക്യാൻസറും ഷുഗറും പ്രഷറും കൊളസ്ട്രോളിനൊക്കെ ഒരു സെറ്റ് ചെയ്യാവുന്ന ഒരു നമ്മുടെ തവണ ആ വീട്ടിൽ ഒരു ക്ലാസ് എടുത്ത് അയൽവക്കക്കാർക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോ നമ്മൾ പണിക്ക് പോയി വരുന്നതിന് ശേഷം ഒരു 1000-2000 രൂപ കച്ചവടം ഭാര്യയ്ക്കോ വീട്ടിലുള്ള അച്ഛനോ അമ്മയ്ക്കോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 0 ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ ഒരുപാട് ആളുകൾ അത് ചെയ്തു. ഡിസ്പ്ലേ വാൾ, ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിലൂടെ ഡിസ്പ്ലേ വാളുകൾ ചെയ്ത് അവർ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. അവർ പറഞ്ഞു നല്ലൊരു ബിസിനസ്, അടിപൊളി, ഇങ്ങനെ മാറാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഡാൻസും സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു ബിസിനസ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും പല്ലുവേദനയുള്ള ആളൊക്കെ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പറഞ്ഞു പല്ലുവേദന മാറി എന്ന് പറയുന്നു. ഏത് പ്രസ്ഥാനത്തിലാണ് സുഹൃത്തുക്കൾ നമ്മൾ പ്രൊഡക്റ്റുകൾ കൊടുത്തതിന് ശേഷം ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഏത് കമ്പനിയുള്ളത്? ആരോഗ്യ സംരക്ഷണം, സ്വയം പര്യാപ്ത ഭാരത നവോത്ഥാനം, ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി. ഇന്ത്യയുടെ വികസനത്തിന് പാത്രി ഉപയോഗിക്കുന്നു, ആരോഗ്യം സംരക്ഷിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഇതൊക്കെ മുന്നോട്ട് പോകുന്നതോറും കടലുമായി വിജയി അറിവ് വേണം. അത് ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. അതിന് നമ്മള് പണ്ടൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്, ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതി വെക്കും, ഐ ആം ദ കിങ് ഓഫ് ലോസസ്, നഷ്ടങ്ങളുടെ രാജകുമാരൻ. പക്ഷെ ഒരു കിഡ്സ് എന്ന ഒരു പ്രൊഡക്റ്റിലൂടെ, മാർവലസ് പ്രൊഡക്റ്റിലൂടെ അത് എഴുതേണ്ടി വന്നു. തിരുത്തെഴുതിയ ആളുകളുടെ കൂടെ ജീവിക്കാനായിട്ട് ഇടവന്നു. ദ കിങ് ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. സ്വപ്നങ്ങൾ എഴുതാനായിട്ട് ത്രിദിന കോഴ്സിന് ആദ്യമായിട്ട് ചെന്നപ്പോ ഗിരീഷ് സാറാ പറഞ്ഞത് സ്വപ്നങ്ങൾ എഴുതാൻ. ഒരു പുസ്തകത്തിൽ സ്വപ്നങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു, എനിക്കുണ്ടോ സ്വപ്നങ്ങൾ? ഒരു സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷക്കാരന് സ്വപ്നങ്ങളോ? എവിടെ? എഴുതിയെന്ന് ഒരു വണ്ടി വേണം, ഒരു നല്ലൊരു വീട് വേണം, എഴുതി. അതൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോവാവുന്ന ജീവിതം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു കടയിൽ പോയി ഷർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെട്ട ഷർട്ട് എടുക്കാൻ പറ്റില്ല. എന്താണ്? അതിന് വില കൂടുതലാ. ആ ഷർട്ട് നമുക്ക് യോജിക്കില്ല. അപ്പൊ കയ്യിലുള്ള പൈസക്ക് ഇഷ്ടമില്ലാത്തൊരു ഷർട്ട് മേടിച്ചു പോരും, ഇഷ്ടമില്ലാത്തൊരു മുണ്ട് മേടിച്ചു പോരും. അതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. മനസ്സിലായ? ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും നമ്മള് കറക്റ്റായിട്ട് ആ പൈസ ഇതാക്കി മേടിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോ സക്സസിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഓരോ ശ്രമങ്ങളും വിജയത്തിലേക്ക് വരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർത്തി എന്ന പ്രസ്ഥാനം. 0 ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ആരംഭിക്കാം.
അന്ന് മാറ്റി എഴുതി. സ്വപ്നങ്ങളില് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേടണം. ഞാനിപ്പോ എന്റെ സ്വപ്നങ്ങൾ വലുതാക്കിയിരിക്കുക. 2 നില വീട് വേണം. ഒരു കാറ് മേടിക്കാനായിട്ട് 2 വർഷത്തെ ടാക്സ് റിട്ടേണിംഗ് പേപ്പർ വേണമെന്ന് പറഞ്ഞപ്പോ ടാക്സ് റിട്ടേണിംഗ് പേപ്പർ എടുത്തു കൊടുത്തപ്പോ അവരെനിക്ക് കാറ് തന്നു. അതേ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് എന്റെ കൂടെ നടക്കുന്നു. 20 ലക്ഷം വേണോ, 25 ലക്ഷം വേണോ, സാർ ഒരു വീടും പറമ്പും നോക്കി വെക്കൂ, നമുക്കത് ശരിയാക്കി തരാം, ലോൺ ശരിയാക്കി തരാം. ബാങ്കിൽ ചെന്ന് വരിയായിട്ട് ക്യൂ നിന്ന് ഒരു 2 ലക്ഷത്തിനും 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഒക്കെ ചെന്ന് വരി എന്നിട്ട് അവരുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെ നിന്ന് ഇന്നത് വേണം എന്ന് പറയുന്ന സാധാരണക്കാരോട് ഒരു വാക്ക് ഇന്ന് എനിക്ക് ഒരു സാധാരണക്കാരന് എന്നോട് ചോദിക്കുകയാണ് 20 ലക്ഷമോ 25 ലക്ഷമോ വേണോ, തരാം എന്ന് പറയുന്നു. പിന്നെ ഞാൻ എന്റെ വാക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, I was crying for a pair of shoes until I saw a man without feet. ഒരു കാലിന് വയ്യാത്ത, ഷൂ ഇടാൻ പറ്റാത്ത ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് വരെ ഞാനൊരു ജോഡി ഷൂവിന് വേണ്ടി കരയുകയായിരുന്നു എന്നാണ് ആ വാക്യം നടത്തുന്നത്. എനിക്ക് പണ്ടൊരു കൂട്ടുകാരൻ പറഞ്ഞു തന്നതാണ്. ഇംഗ്ലീഷിൽ വലിയ ജ്ഞാനമൊന്നും എനിക്കില്ല. I was crying for a pair of shoes until I saw a man without feet. അതെ സുഹൃത്തുക്കളെ, ഞാൻ കരയുക തന്നെയായിരുന്നു. RCMലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഞാൻ കരയുകയായിരുന്നു. ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കും, എന്റെ കുട്ടികളെ ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് ദൈവദൂതനെ പോലെ എത്തിയതാണ് സജീവ് സാർ. ഒരു കിഡ്സുമായിട്ട് എന്റെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് എത്തി. എന്റെ അച്ഛനെയും അതേപോലെ തന്നെ എന്റെ ഭാര്യയും മക്കളെയും ഒക്കെ കൊണ്ടുപോകുന്ന പെങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. RCMൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും തൃപ്രയാർ അമ്പലത്തിന്റെ അവിടെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുമായിരുന്നു. എല്ലാവരെയും പഴിച്ച്, ഓട്ടോറിക്ഷനെയും പഴിച്ച്, പൈസ കിട്ടായ്മയെയും പഴിച്ച്, വീട്ടുകാരെയും പഴിച്ച്, ദേഷ്യത്തോട് കൂടിയിട്ട് ഒരു സന്തോഷം ഇല്ലാതെ ഞാൻ പോകുമായിരുന്നു. പക്ഷെ RCM എന്നെ മാറ്റി. RCMലേക്ക് ഒരാളെ കൊണ്ടുവരാൻ എന്തോരം ബുദ്ധിമുട്ടാണെന്നറിയും. തുടക്കത്തില് ഗിരീഷ് സാറും സജീവ് സാറും വന്നിട്ട് ഒരു ക്ലാസ് തരാനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരു ഹാളിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു 10 പേരെ വിളിച്ചാൽ 2 പേര് 5 പേര് വരും. കഷ്ടപ്പെട്ട് വേർത്ത് നിന്ന സമയത്ത് തോളിൽ തട്ടി ഗിരീഷ് സാർ പറഞ്ഞത്, വരും ഷൈൻ, RCM മനസ്സിലാക്കിയ ആളുകൾ വരും. ആർക്കാ ആരോഗ്യം വേണ്ടാത്തത്? ഡോക്ടർക്കും വേണ്ട ആരോഗ്യം, വക്കീലിനും വേണ്ട ആരോഗ്യം, പൈസ ഉന്നത പൈസ ഉണ്ട്, ഇഷ്ടത്തിന് പൈസ ഉണ്ട്, അവർക്കും വേണ്ട ആരോഗ്യം. ആരോഗ്യത്തിന് വേണ്ടി വരും ഷൈൻ, പൈസയ്ക്ക് വേണ്ടി വരും ഷൈൻ, അംഗീകാരങ്ങൾക്ക് വേണ്ടി വരും ഷൈൻ. RCMലേക്ക് ആളുകൾ വരും. എവിടെ കിട്ടാ നന്മ നിറഞ്ഞ പ്രൊഡക്റ്റുകള്, ആരോഗ്യദായകമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എവിടെ കിട്ടാ? അതും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രസ്ഥാനം എവിടെ കിട്ടാ? അന്ന് വേർത്ത് ഒലിപ്പിച്ച് നമ്മളെ തൃപ്രയാർ സ്റ്റാൻഡിന്റെ അവിടെയും ഓരോ ഹാളിന്റെ മുന്നിലും ആളുകളെ വിളിച്ച് തൃപ്രയാർ സ്റ്റാൻഡിന്റെ അവിടെയൊക്കെ ചെന്നിട്ട് ഓരോരുത്തരെയും വിളിച്ച് ബസ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ കാത്തു നിന്നിട്ട് ചോദിക്കും, അയ്യോ ഇത്ര ആളുകൾ വന്നില്ലല്ലോ, വന്ന 2 പേര് വന്നുള്ളൂ, മതി, അവരെയും കൊണ്ട് കറുകുറ്റിയിലേക്ക് പോകും. അപ്പൊ അവർക്ക് മനസ്സിലാവും, കേട്ട ആളുകൾക്ക് മനസ്സിലാവും, ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു പ്രസ്ഥാനം. പക്ഷെ അവരെ കൊണ്ടുപോകാനായിട്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയും. നമ്മൾക്കില്ലാത്ത അതാ, പേഷ്യൻസ് ഇല്ല, ക്ഷമയില്ല. RCMൽ വിജയിക്കണമെന്നെങ്കിൽ ക്ഷമയുണ്ടാവണം, ക്ഷമ അല്ലെ. ഒരു കല്ല്, ഒരു എന്താ പറയാ, ഇറ്റിറ്റ് വീഴുന്ന ഒരു വെള്ളത്തുള്ളിയുടെ അടിയിൽ ഒരു കരിങ്കല്ല് ഇരുന്ന് കഴിഞ്ഞാൽ ആ കരിങ്കല്ല് ഇറ്റിറ്റ് വീണ് കല്ലോട്ടയാവും. അത് സ്ഥിരതയാണ്, കൺസിസ്റ്റൻസിയാണ്. സ്ഥിരമായിട്ട് വീഴുമ്പോ അത് ഏതു മനുഷ്യനായാലും സ്ഥിരമായിട്ട് നമ്മൾ അത് വർക്ക് ചെയ്ത് നമ്മൾ അത് അങ്ങനെയായിട്ട് മാറും. തുടക്കത്തിൽ ഒരു നല്ലൊരു വ്യക്തിത്വം, എന്താ പറയാ, ഒരു കറക്റ്റ് ആളുകളെ നയിക്കുന്ന രീതിയിലേക്കൊന്നും ഞാൻ വളർന്നിരുന്നില്ല. ഗിരീഷ് സാറും സജീവ് സാറും ഡോക്ടർ രായൻ സാറും ഒക്കെ കൂടി എന്നെ ഒരു സാധാരണ ഒരു ശിലയായ എന്നെ കൊത്തി അവിടെ തട്ടി ഇവിടെ തട്ടി. വേദന ഉണ്ടായിരുന്നു. ഞാൻ എന്തിനെ തട്ടുന്നു ചോദിച്ചിട്ടില്ല. എന്തിനാ എന്റെ കണ്ണിന്റെ സൈഡിൽ തട്ടുന്നു, എന്റെ നെറ്റിയുടെ സൈഡിൽ തട്ടുന്നു, എനിക്ക് വേദന എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല. കാരണം അനുഭവങ്ങളിലൂടെ ഞാൻ വേദന എന്താണെന്ന് പഠിച്ചൊരു വ്യക്തിയാണ്. അനുഭവങ്ങളിലൂടെ ഒരുപാട് വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഓരോ സ്ഥലങ്ങളിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ നമ്മുടെ കുഴി കുത്തുന്ന, അതായത് നമ്മുടെ കേബിളിന്റെ കുഴി കുത്താനായിട്ട് വരെ പോയിട്ടുണ്ട്. പുസ്തകത്തിന് അച്ഛനോട് ചോദിക്കണ്ടേ പൈസ?
അപ്പൊ കഷ്ടപ്പെടാൻ എന്താണെന്നൊക്കെ നമുക്കറിയാം, വെയിൽ എന്താണെന്ന് നമുക്കറിയാം, മഴ പേമാരി എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആർസി ബിസിനസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിട്ടില്ല, ഒരു വിഷമം ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ തയ്യാറായ ജീവിതമാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ആർസി ബിസിനസ് എന്നെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ്. കാരണം ഞാൻ ചെയ്ത വർക്കിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഒരുപാട് കഷ്ടപ്പാടുള്ള രീതിയിലൂടെ എന്നെ പോയിരുന്നു. അപ്പൊ സ്വപ്നങ്ങൾ എഴുതി, സ്വപ്നങ്ങളിലേക്ക് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലേക്ക് വന്നു. എന്താ പറയാ, ജീവിതത്തില് ഒരു സന്തോഷം എന്താണെന്നും. അടുത്തൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു, ഗോവ ട്രിപ്പ്. എന്ത് സന്തോഷമായിട്ടാണെന്ന് അറിയോ ഞങ്ങൾ പോയി വന്നത്. എന്ത് സന്തോഷമായിട്ടാണ്. കടലിൽ കുളിക്കുന്നു, ഡോക്ടർ രായൻ സാറിന്റെ കൂടെ, ഗിരീഷ് സാറിന്റെ കൂടെ, ബിനു സാറിന്റെ കൂടെ അടിച്ചു പൊളിച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടി മറയുന്നു, പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നു, കളിക്കുന്ന സമയത്ത് കളിക്കുന്നു, ഒക്കെ നമ്മുടെ ഗുരുനാഥന്മാരുടെ കൂടെ. ഞാൻ ലാസ്റ്റ് രാജൻ സാറിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, രാജൻ സാർ, അടുത്ത ജന്മത്തില് അങ്ങയുടെ മകനായിട്ട് എനിക്ക് ജനിക്കണം. കണ്ണു നിറഞ്ഞുപോയി. എന്താ പറയാ, ജീവിതത്തില് ഇങ്ങനൊരു സന്തോഷം കിട്ടുന്ന ഒരു വേദി, ഒരു സമയം നമുക്ക് എവിടെ കിട്ടുക, എവിടെ ഉണ്ടാവുക? ഒരിടത്തും ഉണ്ടാവില്ല. അതിന് നമ്മൾ സക്സസ് എന്താണെന്ന് നമുക്കറിയണം. സക്സസ് എന്താണെന്ന് അറിയുമ്പോൾ ആ സക്സസിൽ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? സാക്രിഫൈസ്, ത്യാഗം. ത്യജിക്കാൻ നമുക്കൊരു കഴിവുണ്ടാവണം, ത്യജിക്കണം, ത്യാഗം. കൂടെ വരുന്ന ആളുകളെ വിജയിപ്പിക്കണം എന്നുള്ളൊരു വാശി നമുക്കുണ്ടാവണം. അപ്പൊ അതിനു മുമ്പ്, അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഗോവ ട്രിപ്പിനെ കുറിച്ചിട്ട് ഒന്ന് പറയാം. അവിടെ ചെന്ന് ക്രൂയിസിലൊക്കെ പോയപ്പോ, ഒരു കപ്പലിന്റെ മുകളിലൊക്കെ ഞങ്ങള് സുഖമായി ആടിയും പാടിയൊക്കെ പോയപ്പോ അന്നാ എനിക്ക് തോന്നിയത്, ഒത്തിരിയും കൂടിയും എഫേർട്ട് ഇടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭാര്യയും കുട്ടികളെയും കൂടി കൊണ്ടുപോകാമായിരുന്നു. അവർ കൊണ്ടുപോകാൻ പറ്റാഞ്ഞതിൽ അവിടെ വെച്ചിട്ട് എനിക്കൊരു വളരെയധികം വിഷമം തോന്നി. വളരെയധികം എന്താ പറയാ, അവരില്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നി. പണ്ടൊക്കെ നമ്മുടെ മൂർസാറ് പറയാറുണ്ട്, പ്രോപ്പർ പ്ലാനിങ് പ്രിവെന്റ് പൂവർ പെർഫോമൻസ് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ആ പെർഫോമൻസ് ഒന്ന് ഇത്തിരി എന്തായി പോയി, പൂവറായിപ്പോയി. എന്തായാലും ഒരു തീരുമാനം എടുത്തു. ഇപ്പൊ നമ്മുടെ തായ്ലൻഡിലേക്കുള്ള ട്രിപ്പിന് ഞാനും എന്റെ ഭാര്യനെയും എന്തായാലും കൊണ്ടുപോകുന്നുള്ളൊരു തീരുമാനം. തായ്ലൻഡിലേക്ക് പോവാ. കഴിഞ്ഞ തവണ എലിജിബിളായി പോവാനായിട്ട്, നമ്മുടെ കൊറോണ കാരണം പോകാൻ പറ്റിയില്ല. ആ സമയത്താണ് നമ്മുടെ കമ്പനി 70,000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. ബിസിനസ്സിന് തുടക്കത്തിൽ പോകുന്ന സമയത്ത് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. 3-4 ബസ് മാറി കയറി കറുകുറ്റിയിലേക്ക് യാത്ര ചെയ്യുമ്പോ ബസ്സിന് പോലും പൈസ ഉണ്ടായിരുന്നില്ല. അവിടെ കയറണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ, 10-200 രൂപ ഇതിന്റെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒക്കെ കൊടുക്കണ്ടേ. ബസ്സിന് പോകുമ്പോഴും പൈസ വേണ്ടേ. തൊട്ടടുത്തുള്ള ഒരു തുണിക്കടക്കാരന്റെ കയ്യിൽ നിന്ന് 500 രൂപ കടം മേടിച്ചിട്ട് തിരിച്ച് പോരുമ്പോ കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല. ആള് തുന്നണ നേരത്ത് പതുക്കെ ആ റൂമിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ചാടും. അപ്പൊ തുടക്കത്തിലൊന്നും പൈസ ഉണ്ടായിരുന്നില്ല, ബിസിനസ് ചെയ്യാനും പൈസ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പേടിയാണ്, ആ ബിസിനസ്സിൽ ചെയ്യണ്ടേ, ബിസിനസ് എങ്ങനെ ചെയ്യും, അതിന് വിശ്വാസം വേണ്ടേ, കമ്പനിയിൽ വിശ്വാസം വേണ്ടേ, പ്രൊഡക്റ്റിൽ വിശ്വാസം വേണ്ടേ. പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലല്ലേ പ്രൊഡക്റ്റിൽ വിശ്വാസം വരുള്ളൂ. കമ്പനി പോയപ്പോ കമ്പനിയിൽ വിശ്വാസം വന്നു. സിസ്റ്റം നോക്കിയപ്പോ സിസ്റ്റം അടിപൊളി. 1000 രൂപ മുതൽ 50 ലക്ഷം വരെ മേടിക്കാവുന്ന പദ്ധതി ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മളൊരു ദൃഢനിശ്ചയം എടുത്താൽ മതി. പിന്നെ സിസ്റ്റത്തിലും കമ്പനിയിലും പ്രൊഡക്റ്റിലും അതേപോലെ തന്നെ നമ്മളിൽ ഒരു വിശ്വാസം. എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്കിത് വിജയിപ്പിക്കാൻ പറ്റുമോ, ഞാൻ പൈസ ഇറക്കും, എങ്ങനെയൊക്കെ കടം മേടിച്ച് ഞാൻ പൈസ ഇറക്കും. പക്ഷെ ആ പൈസ ഇറക്കി കഴിഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ട് വരുമോ? സജീവ് സാറ് പറഞ്ഞു, 25,000 ബിസിനസ് വോളിയം 12 മാസം ചെയ്യൂ ഷൈന് സെയിലിംഗ് കപ്പാസിറ്റി ചെയ്തോളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം സാർ. 8ാമത്തെ മാസമായപ്പോ തീരെ പറ്റണില്ല. ഞാൻ നോക്കി, ഞാൻ സജീവ് സാറിനോട് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇനി പറ്റില്ല, കാരണം എല്ലാ ഇതും തയ്ക്കും. എന്നോട് ചോദിക്കണ്ട. എങ്ങനെ 12 മാസം അടുപ്പിച്ച്
25,000 ബിസിനസ് വോളിയം ഇനി എങ്ങനെ 4 മാസം കൂടി ചെയ്യുമെന്ന് എന്നോട് പറയണ്ട. ഇന്ന് ഒരാൾ ചോദിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടുള്ളൂ. അന്ന് എന്റെ ഉള്ളിൽ തിരിഞ്ഞൊരു ഒരു കാര്യമുണ്ട്. 25,000 ബിസിനസ് വോളിയൊക്കെ അടുപ്പിച്ച് നമ്മൾ 12 മാസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ലീഡറായിട്ട് മാറും. അതുകൂടാതെ ഏകദേശം 10,000-3,000 ബിസിനസ് വോളിയത്തിന് സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ചേക്കുമ്പോൾ വീട്ടിലേക്ക് കൊടുത്തു, 4 അയൽപക്കക്കാർക്കും കൊടുത്തു, തീരും. പിന്നെ ഒരു 1000 ബിസിനസ് വോളിയത്തിന് സാധനങ്ങൾ തൊട്ടടുത്തുള്ള 4 വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീരും. അധികം ആളുകളെ നമുക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ 5,000-ഉം 10,000-ഉം 25,000 ഒക്കെ ചെയ്യുമ്പോൾ എന്റെ വീട്ടിൽ സാധനങ്ങൾ നിറഞ്ഞു. ഞാൻ എവിടെ നിന്നൊക്കെയോ കടം മേടിച്ച് എനിക്ക് ധൈര്യം തന്നു സജീവ് സാറ്. സജീവ് സാറ് പറഞ്ഞു, ഷൈന്റെ കൂടെ ഞാൻ ജീവിതാവസാനം വരെ ഉണ്ടാവും. അപ്പലേന്റെ വാക്കുകളിൽ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. സജീവ് സാർ ചതിക്കില്ല. ഇന്നും സജീവ് സാർ ചതിച്ചിട്ടില്ല. ഒരു മകനെ എങ്ങനെ പോറ്റുന്നു അതേപോലെ തന്നെ പോറ്റുന്നു. ആളുടെ വാക്ക് കേട്ട് ഞാൻ പല സ്ഥലത്തുനിന്നും കടം മേടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തും ഞാൻ ബിസിനസ്സിലേക്ക് പൈസ ഇറക്കി. ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൊണ്ടുവിറ്റു. കൊടുങ്ങല്ലൂരും അടുത്തുള്ള തീരപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു ഓരോ സ്ഥലങ്ങളിലേക്കും സാധനങ്ങൾ കൊണ്ടുകൊടുത്തിട്ട് ഞാൻ എന്നിട്ട് ഈ കടം ആയി വന്നപ്പോ ഞാൻ ഭാര്യയുടെ സ്വർണം മേടിച്ച് ഞാൻ പതുക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ മേടിച്ച് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ തായ്ലൻഡിലേക്ക് എലിജിബിൾ ആവുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ എനിക്ക് എലിജിബിളായി. 70,000 രൂപ കമ്പനി എനിക്ക് അയച്ചു തന്നു. ഒരു ദിവസം ഒരു സ്വർണം മേടിച്ച് ഭാര്യയുടെ സ്വർണം മേടിച്ച് വിറ്റപ്പോ ഒരു 250 രൂപ വരെ ഒരു റോൾഡ് ഗോൾഡ് മേടിച്ചു കൊടുത്തു. ഒരു ദിവസം എന്നോട് പറയാ, കഴുത്തിൽ ഇത്തിരി കറുപ്പ് കളർ വന്നിട്ടുണ്ട്, ഇത്തിരി ചൊറിച്ചലൊക്കെ ഉണ്ട്, ഈ മാല ഇട്ടിട്ട. ആ സമയത്താണ് ഈ പൈസ കമ്പനി എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു എനിക്ക് കുളിക്ക് വാ നമുക്ക് പോവാം. അന്നേരം പോയിട്ട് തന്നെ ഒരു നല്ലൊരു സ്വർണ്ണമാല ഭാര്യയ്ക്ക് മേടിച്ചു. അന്നേരം അറിയില്ല RCMന്റെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ മേടിച്ച് വിറ്റ് കഴിഞ്ഞാൽ തായ്ലൻഡിലേക്ക് പോകാൻ പറ്റുന്നോ, അല്ലെങ്കിൽ ഗോവ ട്രിപ്പിന് പോകാൻ പറ്റുന്നോ, മൈസൂർ പോകാൻ പറ്റുന്നോ ഒക്കെ ഒന്നും നമുക്കറിയില്ല. ഇതെന്തിനെങ്ങനെ ചെയ്യണത്? സന്തോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എത്ര വലിയൊരു സ്ഥലത്താണ് ന്യൂട്രിചാർജ് നമുക്ക് ഗോവയിൽ ട്രീറ്റ് തന്നത്. ഒരു ദിവസത്തെ റെന്റ് 10-12,000 രൂപ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വീട്ടിലൊക്കെ ഇത്തിരി ചൂടുവെള്ളമൊക്കെ എടുത്ത് ഞാൻ മേല് ഒഴിച്ച് കുളിക്കാറുണ്ടായിരുന്നു. ഒരു ബാത്ത് ടബിൽ ചൂടുവെള്ളം നിറച്ചിട്ടിട്ട് മുങ്ങി കുളിച്ചത് അന്നാണ്. ഗോവ ട്രിപ്പിന് പോയപ്പോ പാട്ടുപാടിയും ക്രൂസിൽ പോയും ബീച്ചിൽ പോയും അതേപോലെ തന്നെ ഒരു കോട്ടയുണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി ഞങ്ങൾ സന്തോഷിച്ച് ഉല്ലസിച്ച് പാട്ട് പാടി. വീട്ടിൽ വന്നാലും തീരാത്ത സന്തോഷം നിറഞ്ഞു നിൽക്കും. ഞാൻ അന്നത്തെ രാത്രി ഉറങ്ങിയിട്ടില്ല. സത്യത്തിൽ അവിടുന്ന് പോരാൻ തന്നെ എനിക്ക് വിഷമായിരുന്നു കേട്ടോ. ഒരു വിഷമം തോന്നി. കാരണം ഇത്രയും നല്ലൊരു സ്ഥലത്തുനിന്ന് പോരുക, മെത്തൊക്കെ കാണണം അവിടുത്തെ. ഇങ്ങനെയും ജീവിക്കാൻ പറ്റും അല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ജീവിതം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ വരുമാനം കൂട്ടി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാവുന്ന ഒരു മാർഗം നമ്മൾ കണ്ടിട്ടില്ല. 5 വർഷം കഠിനമായിട്ട് അധ്വാനിക്കും ഷൈനെ, നമുക്ക് രാജാവിനെ പോലെ ജീവിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വില വെച്ചില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി മാത്രമേ നമുക്ക് ഉപകരിക്കൂ. ഏതോ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ജോലി നമുക്ക് ഒന്നും ആക്കില്ല. നമ്മൾ വിചാരിക്കും കുറച്ച് കഴിയട്ടെ എന്നിട്ട് സന്തോഷിക്കാം, കുറച്ച് കഴിയട്ടെ എന്നിട്ട് സന്തോഷിക്കാം, കുറച്ചും കൂടെ കഴിയട്ടെ എന്നിട്ട് സന്തോഷിക്കാം. എവിടെ സന്തോഷിക്കാൻ വരുന്നു? ജീവിച്ചു മരിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ. ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തന്നപ്പോ അന്ന് മനസ്സിലായി, നമ്മൾ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും പൈസ നമുക്ക് വരണം. അതിനുള്ള വർക്ക് നമ്മൾ ചെയ്തു വെക്കണം. നമ്മൾ ഒരു മാസം നമ്മൾ ചെയ്തില്ലെങ്കിൽ വരുമാനവും ഇല്ല, ആരോഗ്യമില്ല, ഒരു രീതിയിലേക്ക് പോവുക. വരുമാനം എവിടെ ഉണ്ടാവുക? ഒരു മാസം കടയുള്ള ആളുകൾ കട ഒരു മാസം അടച്ചിട്ട് കഴിഞ്ഞാൽ എവിടെ വരുമാനം ഉണ്ടാവുക? 2 ദിവസം പോയില്ല, എവിടെ വരുമാനം ഉണ്ടാവുക? ഇന്ന് വീട്ടിലിരുന്നിട്ട് കുട്ടികളെ കളിപ്പിച്ചിരുന്നാലും ഞാൻ മേടിക്കുന്ന വരുമാനം എന്തായാലും എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ ഇല്ലാന്ന് വിചാരിച്ചാലും ആ വരുമാനം നിൽക്കാൻ പോകുന്നില്ല. അതെന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് കിട്ടും. ഗിരി സാർ പണ്ടൊരു ക്ലാസ് എടുത്തപ്പോ എന്നോട് പറഞ്ഞു, രാത്രി 12 മണി 1 മണി 2 മണി നേരത്തൊക്കെ ഭാര്യയും മക്കളും കിടന്ന് ഉറങ്ങുന്നത് ചെന്ന് നോക്കൂ ഷൈനെ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതെന്ത് ബഹിനി ഇങ്ങനെ പറയണേ. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ സുഖമായി കിടന്നുറങ്ങാ ഭാര്യയും മക്കളൊക്കെ. ആരുണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാ? ഞാനുണ്ട്, ഷൈൻ ബാബു ഉണ്ടല്ലോ, എന്റെ ചേട്ടനുണ്ടല്ലോ,
എനിക്ക് എന്തെങ്കിലും സപ്പോസ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അടുത്ത വേറെ ഏതെങ്കിലും വീടുകളിൽ കൈ നീട്ടി ചെല്ലേണ്ടി വരും. ഒരു ജോലിയും പഠിച്ചിട്ടില്ല, ഭാര്യയും മക്കളും ഒന്നും, ചെല്ലേണ്ടി വരും. അതിനിട കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആർസ്യം പ്രവർത്തകരുണ്ടല്ലോ, ഈ ചെയ്തു വയ്ക്കുന്ന ഓരോ പുണ്യങ്ങളും നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് പണി ചെയ്യലും കൂടി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ, സെക്യൂരിറ്റി മനസ്സിലാക്കിയ ഒരു വ്യക്തി ആർസി ബിസിനസ് വിട്ടുപോകില്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്കൊരു കഴിവുണ്ടാവണം. അതിന് നമ്മൾ ആർസി ബിസിനസിനെ കുറിച്ച് ഒന്ന് പഠിക്കണം. നോളേജ് പഠിക്കണം. നോളേജ് പ്ലസ് ആക്ഷൻ, അത് ആളുകളിലേക്ക് എത്തിക്കണം. ഒരു ആക്ഷൻ, പ്രവൃത്തി നമ്മൾ ചെയ്യണം, കർമ്മം നമ്മൾ ചെയ്യണം. അതുകൂടാതെ പ്ലസ്, എന്റെ ഭാഷയിൽ പറഞ്ഞ മെന്റർ, പ്ലസ് മെന്റർ. ഒരു മെന്റർ ആള് പറയുന്ന വാക്കുകൾ അനുസരിക്കാവുന്ന ഒരു ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ്. നമ്മൾ കെയർ ചെയ്യണം. ഒരു മക്കളെ പോലെ സജീവ് സാർ കെയർ ചെയ്യുന്നുണ്ട്, ഒരു അച്ഛനെ പോലെ കെയർ ചെയ്യുന്നുണ്ട്. ഒരു അച്ഛന്റെ സ്ഥാനം ഞാൻ ആൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എത്ര പേര് നമ്മുടെ മെന്ററെ, നമ്മളെ വിജയിപ്പിക്കുന്ന ആ വ്യക്തിയെ അച്ഛനെ പോലെ കാണുന്നുണ്ട്. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളെ മക്കളെ പോലെ കാണുന്നുണ്ട്. അത് ഒറിജിനാലിറ്റി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെ ആർക്കാ വരിക? അങ്ങനെയുള്ള ആളുകളാണ് വിജയിക്കുക. ഉള്ളിന്ന് വരണം, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ചിന്ത വരണം. കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകള് നമ്മളെ മക്കളെ പോലെ, അപ്ലൈൻ അച്ഛനെ പോലെ, അച്ഛന്റെ സ്ഥാനം കൊടുക്കണം, അച്ഛന്റെ ഉപദേശം സ്വീകരിക്കണം, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, മെന്റർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഈസ് ഈക്വൽ ടു സക്സസ്. അവിടെ നിന്ന് സക്സസിലേക്ക് നമ്മൾ, അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പറയുന്നു. ഞാൻ ശരിക്കും ആ ഒരു രീതിയിലുള്ള വിട്ട് ഒരു പ്രവർത്തനം ചെയ്യില്ല. എന്തിനാ അത് ചെയ്യുന്നു ഇന്ന് വരെ ഞാൻ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ രാത്രി 12 മണിക്ക് വിളിച്ചിട്ട് പറയും ഇന്ന കാര്യം ചെയ്യണം, ശരി സാർ ഓക്കെ. ചിലപ്പോൾ പുലർച്ചെ 5 മണിക്ക് വിളിച്ചിട്ട് ഇന്ന കാര്യം ചെയ്യണം, ശരി സാർ ഓക്കെ. എതിർ വാക്കുകളില്ല. അതുകൊണ്ട് തന്നെ 30ാമത്തെ മാസം ഞാൻ ടെക്നിക്കൽ അച്ചീവറായി. 30ാമത്തെ മാസം, 18ാമത്തെ മാസം ഞാൻ എന്താ പറയാ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറായി. എല്ലാവരും അംഗീകരിക്കുന്ന ക്രോസ് ലൈനും, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ അപ്പ് ലൈനും, നമ്മുടെ ഡൗൺ ലൈൻസിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് ഒരു പ്രത്യേക സ്നേഹം നമ്മളോട് വരും. എന്ന് ക്രോസ് ലൈൻ നമ്മളോട് പറയാണ്, അത് നല്ല ലീഡറാണ് ഷൈൻ ബാബു, നല്ലൊരു ലീഡറാണ്. അദ്ദേഹം ആരെയും നോക്കാറൊന്നുമില്ല. ഇതിന് ക്രോസ് ലൈൻ ആണോ അതൊന്നും നോക്കാറില്ല. എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു ലീഡർ. എനിക്കത് ഇഷ്ടം. എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ ബിസിനസ് ചിലപ്പോ ഡല്ലായിരിക്കാം, ചിലപ്പോ ഒരു മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസമൊക്കെ ചിലപ്പോ ഡിലേ ആയിരിക്കാം, നോ പ്രോബ്ലം. പക്ഷെ വരും. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ബിസിനസ് വരും. എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, വരും. അത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാ ക്രോസ് ലൈനും ഒക്കെ ഇഷ്ടപ്പെടണം. ഈ സ്റ്റെപ്പുകൾ എഴുതി വെച്ചിട്ടുള്ളൂ, 21 സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണം. 6 ബേസിക്, 7 കാർഡിനൽ റൂൾസ്, 8 കോർ സ്റ്റെപ്സ്, ഇതൊക്കെ ഉണ്ടല്ലോ. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് വരണം. ഇതൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് നമ്മുടെ എന്താ പറയാ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരണം. 6 ബേസിക്. ചില ആളുകൾ ചെല്ലുമ്പോൾ പറയാറില്ലേ, ഞാൻ ആദ്യം തന്നെ ജോയിനിങ് ചെയ്യൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്പർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പറയണ്ട, അതിന് തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. 6 ബേസിക് ആരൊക്കെ പാലിക്കുന്നുണ്ടോ അവരൊക്കെ വിജയിക്കും. ഓടിച്ചെന്ന ഒരാളോട് ഇതിൽ ജോയിനിങ് ഇതിൽ ചേര് എന്നുള്ള വാക്കുകളൊന്നും ആർസിമില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എൻട്രി, ഒരു നമ്പർ എടുക്കാം. വേണമെങ്കിൽ ആവശ്യം ആരതായിരിക്കണം, അവരതായിരിക്കണം. നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്പർ എടുക്കും. അല്ലെങ്കിൽ അതിന് പിന്നാലെ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും വേടിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്താ ജോയിനിങ് ചെയ്തതിനുള്ള ഗുണം? അവര് തലമുറ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജോയിനിങ് നമ്പർ തന്നെ കൊടുക്കുന്നത്. അവരത് വേണ്ട വിധം പ്രയോഗിക്കുകയാണെങ്കിൽ, കർമ്മം ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാ സക്സസുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ആർസി ബിസിനസ്സിൽ. 8 കോർ സ്റ്റെപ്സ്, കാതലായിട്ടുള്ള വശങ്ങൾ 8 എണ്ണം, 7 കാർഡിനൽ റൂൾസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു നമ്മുടെ കാറൊക്കെ 4 ടയറാ. ഒരു പഞ്ചറായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റെപ്പിനി ഉണ്ട് അല്ലെ? സ്റ്റെപ്പിനി ഇടാൻ നമ്മൾ എന്താ ചെയ്യാ? ഒരു ജാക്ക് പ്രയോഗിക്കും. അല്ലാണ്ട് 4-5 ആൾക്കാരെ വിളിച്ചു വരുത്തി അതൊന്ന് പൊക്കി പിടിച്ചേ എന്ന് പറയില്ലല്ലോ.
അപ്പൊ ഒരു ജാക്ക്, ആ ജാക്ക് അതിന്റെ സിസ്റ്റം. വിമാനം പറന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഏവിയേഷൻ സിസ്റ്റം. അതൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. RCM ബിസിനസ് വിജയിക്കാനുള്ള ഒരു സിസ്റ്റം, 21 സ്റ്റെപ്സ്, അത് നമ്മൾ പാലിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും നമ്മൾ ആ പേപ്പർ എഴുതി വെച്ചിട്ടുള്ള 6 ബേസിക് ഇതൊക്കെ വായിച്ചു നോക്കുക. ഞാൻ പാലിക്കുന്നുണ്ടോ, എനിക്ക് എവിടെയെങ്കിലും വിട്ടുപോകുന്നുണ്ടോ? അതൊക്കെ നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് RCM. യഥാർത്ഥത്തിൽ എന്താ പറയാ, കയ്യിൽ കിട്ടിയത് കരിക്കട്ടയാണോ? സജി സാർ പറയാറുണ്ട്, ഒരു വെള്ളിയാണോ, അല്ലെങ്കിൽ അത് സ്വർണമാണോ, മുക്കാണോ, ഒരച്ചു നോക്കാൻ പോലും സമയമില്ല. പറപ്പൂരുള്ള ഒരു ജയാമേടനോട് ചോദിക്കാറുണ്ട്, ഇത്രയും നല്ലൊരു പ്രസ്ഥാനം ഇല്ലേ ഷൈന്, പക്ഷെ എന്തുകൊണ്ട് ആളുകൾക്ക് ഇത് മനസ്സിലാവണില്ല? ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മളെല്ലാവരെയും എന്താ പറയാ, വിഡ്ഢികളാക്കാൻ പോകുന്നൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ജീവിതത്തിൽ എല്ലാ സക്സസുകളും നേടി. എത്ര ജനങ്ങളെ കണ്ടിട്ടുണ്ട്, എത്ര ലീഡേഴ്സിനെ കണ്ടു. ആദ്യമായിട്ടൊരു ക്ലാസ്സിന് പോയപ്പോ അത്രയും ദൃഢനിശ്ചയം എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ തൃശ്ശൂരില് ഒരു തണ്ടിയേക്കൽ ഒരു ബിൽഡിങ്ങിൽ പോയപ്പോ നിറയെ ആളുകൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ആളുകൾ വന്നു നിൽക്കുന്നു. അവരിത്ര വരുമാനം എന്ന് പറയുന്നു. അതിൽ സാധാരണക്കാരുണ്ട്, അതിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, അതിൽ KSEB ഉദ്യോഗസ്ഥന്മാരുണ്ട്, കിണർ പണിക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അവരൊക്കെ നിരന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ എന്റെ വരുമാനം എത്ര എന്നൊക്കെ പറയുമ്പോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ സാധാരണക്കാരനല്ലേ, അവർക്കൊക്കെ കോട്ടിടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും വലിയ ആളുകളുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഞാൻ സിമ്പിളായിട്ട് മൈൻഡായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ, ഇതൊന്നും നമുക്ക് പറ്റിയ പ്രസ്ഥാനമില്ല. പക്ഷെ ഞാൻ വാച്ച് ചെയ്തപ്പോ അവിടെ കുറെ ആളുകൾ, സാധാരണക്കാരും ഒരു 60,000 1 ലക്ഷം വരുമാനം മേടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമുക്കും കൂടിയുള്ള പ്രസ്ഥാനം, സാധാരണക്കാരും കൂടിയുള്ളതാ. ഗിരിസാർ പറയാറുണ്ട്, അസാധാരണ ചിന്താഗതിയുള്ള സാധാരണക്കാരെ അസാധാരണക്കാരനാക്കുന്ന ഒരു പ്രസ്ഥാനം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമുക്കും കൂടി ചെയ്യാം. അപ്പൊ അതിൽ വേണ്ട കുറച്ച് കാര്യങ്ങള്, സക്സസിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സക്സസ്? നമ്മള് ആക്ഷൻ, നോളേജ്, മെന്റർ ഈസ് ഈക്വൽ ടു സക്സസ്. ഇതൊക്കെയാണ് സക്സസ് എന്ന് പറയുന്നത്. ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ടൈം ഫ്രീഡം, മണി ഫ്രീഡം, സെക്യൂരിറ്റി, സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ എന്താ പറയാ സക്സസിലേക്ക് വരുന്നതാ. ഹെൽത്ത്, ഇതൊക്കെ വേണ്ടേ? ആരോഗ്യമില്ലാതെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? പല ആളുകളും ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ആരോഗ്യമില്ലാതെ എത്ര പൈസ നമ്മൾ ഇവിടെ കൊണ്ടുകൊടുക്കുന്ന ഡോക്ടർ എടുത്ത്, അതിന് സക്സസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ, ജീവിതത്തിൽ ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ, ജീവിച്ചു പോകുന്നതിന് ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് സക്സസ് എന്ന് പറയാൻ പറ്റില്ല. മനോവിഷമം, എന്നും മനോവിഷമം, അതിന് സക്സസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സക്സസിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങള്. S സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? സാക്രിഫൈസ്, ത്യാഗം. ത്യജിക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാവും. കൂടുതൽ ഉറങ്ങുന്ന ആളുകളായിരിക്കും. ഇത്തിരി കൂടെ നമ്മൾ നേരത്തോടെ എനിക്ക് മൂർസാർ തന്നെ അതിന്റെ കണക്കൊക്കെ പറയാറുണ്ട്. ഒരു മനുഷ്യൻ ഒരു ദിവസത്തില് ഇത്ര വർക്കിംഗ് അവർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ത്യാഗത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഹേമന്ത് സാർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഏതോ ഒരു ദിക്കിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 2 ആട്ടയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ വിളിച്ചു. അവിടെ ആ സ്റ്റോപ്പിൽ അവിടെ ആ ഒരു ഇതിൽ ഇറങ്ങിയിട്ട് ആള് തിരിച്ചു വന്നിട്ട് ആട്ട തിരിച്ചു കൊണ്ടു കൊടുത്തു. അപ്പൊ ത്യാഗം. കൂടെ വന്നിട്ടുള്ള ആളുകളെ വിജയിപ്പിക്കാനായിട്ട്, അവര് വിജയിച്ച് കയറാനായിട്ട്, അതിനാണല്ലോ നമ്മൾ ഒരാളെ എൻട്രി ചെയ്യിക്കുന്നത്. എന്തിനൊരാളെ നമ്മൾ എൻട്രി ചെയ്യിക്കുന്നത്? ആ ആളെ വിജയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളിൽ കുറച്ച് ചിലപ്പോൾ വണ്ടി യാത്ര ചെയ്യേണ്ടി വരും. ഞാൻ ഇന്നേ വരെ എന്റെ കാറിൽ അടിക്കുന്ന പെട്രോളിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ പെട്രോൾ അടിക്കേണ്ടി വരും, ആളെ വിജയിപ്പിക്കണ്ടേ? ആൾക്ക് വേണ്ടി ആളുകളെ കാണാനായിട്ട് പോണ്ടേ? ആളുകൾ ഒരു വീട്ടിൽ പോയിട്ട് സംസാരിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഒരു സ്റ്റേജ് പെർഫോമർ ആവും, അല്ലെങ്കിൽ 10 ആളുകളോട് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവും, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ, ഒരു വീട്ടിൽ പോയിട്ട് എങ്ങനെ അവർക്ക് എൻട്രി എടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവില്ല. ആ കഴിവുണ്ടാവണമെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കണം. അവരുടെ കൂടെ പോയിട്ട് 10 പേരുടെ ലിസ്റ്റ് ഇടൂ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയിട്ട് ഇരുന്ന് സംസാരിച്ച്, അപ്പൊ അവരത് കേൾക്കാൻ ഇടവരും. 11ാമത്തെ സ്ഥലത്ത് പോകാനായിട്ട് അവര് നമ്മളെ വിളിക്കില്ല, കാരണം അവര് പോയിക്കോളും. ആ രീതിയിൽ അടിയിന്ന് ബേസിക് ആയിട്ട് പഠിപ്പിച്ച് ഒരു വ്യക്തിനെ ഉയർത്തി കൊണ്ടുവരണം. അതിന് ഇത്തിരി കഷ്ടപ്പാടുണ്ട്. ആളുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെ?
അപ്പോ ആ ഒരു രീതിയിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയാ ആ ഒരു സക്സസിലേക്ക് നമ്മൾ എത്താനായിട്ട് ഇടവരുള്ളൂ. അപ്പൊ ത്യാഗം, അതുപോലെ തന്നെ യൂണിറ്റി, ഐക്യത്തോടു കൂടി പ്രവർത്തിക്കൂ ഷൈന. അപ്പൊ ടീമിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാവണം, നല്ലൊരു യൂണിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ യൂണിറ്റിയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പിന്നെ കറേജ്, ധൈര്യം. പൈസ ചെലവാക്കുന്നത് എടുക്കും തോറും, അതായത് കൊടുക്കും തോറും ഇരട്ടി ഇരട്ടികൾ തിരിച്ചു വരും. കൊടുക്കാൻ വിഷമിക്കരുത്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിഷമിക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. അയ്യോ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇൻവെസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർ സി ബി, മനസ്സിലായി. അപ്പൊ ധൈര്യം നമുക്ക് ഉണ്ടാവണം, ചങ്കൂറ്റുണ്ടാവണം. ടീമിന്റെ മുന്നിൽ ഒരു പ്രശ്നം വരുമ്പോ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ലീഡറായിട്ട്, അല്ലെ, ഈ രവി ശാസ്ത്രിയൊക്കെ ഒരു കോച്ചാ, 10 കോടിയാണ് കിട്ടുന്നത്. പക്ഷെ കൂടെ കളിക്കുന്ന കോഹ്ലിക്ക് 100 കോടി കിട്ടുന്നു. അപ്പൊ ടീമിന്റെ കൂടെ നിന്നുകൊണ്ട് ഒരു ചങ്കൂറ്റത്തോട് ടീമിനെ നയിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവും. അപ്പൊ ടീം ലീഡറാണ് ആവേണ്ടത്, അല്ലാണ്ട് കോച്ചല്ല. അത് ഇത് ചെയ്യുന്ന പറയുന്ന ആളായിട്ട് നമ്മൾ മാറരുത്. അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആളായിട്ട് നമുക്ക് മാറണം. 5000 ചെയ്യുന്ന ആളാണോ, 5000 ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കണം. 25,000 ചെയ്യാൻ പറയുന്നുണ്ടോ, 25,000 ചെയ്ത് കാണിച്ചു കൊടുക്കണം. മന്ത്ലി ടാർഗറ്റുകൾ എടുക്കുന്നുണ്ടോ, കമ്പനി ടാർഗറ്റ് എടുക്കുന്നുണ്ടോ, ടൂറിന്റെ ടാർഗറ്റുകൾ എടുക്കുന്നുണ്ടോ, അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലീഡർ, ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം. ചങ്കൂറ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ, ശ്രദ്ധ. സി സ്റ്റാൻഡ്സ് ഫോർ കോൺസെൻട്രേഷൻ. ശ്രദ്ധിക്കണം. നമ്മുടെ അടിയിൽ വരുന്ന ആളുകള് അവരെങ്ങനെയുള്ള ആളുകളാണോ, അവരെ വിജയിപ്പിക്കാൻ പറ്റാവുന്ന ആളുകളാണോ, അവർ ശ്രദ്ധിക്കണം. അവർ ചെയ്യുന്ന ഓരോ മൂവ്മെന്റുകളിലും നമ്മുടെ കണ്ണുകൾ വേണം, ശ്രദ്ധ ഉണ്ടാവണം. അതുകൂടാതെ ഇന്തൂസിയാസം, അത്യുത്സാഹം. എപ്പോഴും നമ്മൾ ഒരു വണ്ടി, ഗിരിസാറൊക്കെ പറയാറുണ്ട്, ഒരു ബസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ആളായിട്ട്, ഇങ്ങനെ എന്താ പറയാ, എപ്പോഴും എനർജി കൊടുക്കുന്ന ആളായിട്ട്. നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും, ഉള്ളിൽ നമ്മുടെ വേദനിക്കുന്നുണ്ടാവും. പക്ഷെ ടീമിന്റെ മുന്നിൽ നമ്മൾ ഒരിക്കലും വേദനിക്കുന്ന ആളാണ്, അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ആളായിട്ട് എപ്പോഴും നമ്മുടെ ടീമിന്റെ മുന്നിൽ ഉണ്ടാവും. ഉത്സാഹഭരിതനായിരിക്കണം എപ്പോഴും. അതുപോലെ തന്നെ സ്വീറ്റ്നെസ്, മദർ ലൈക്ക്. ഒരു അമ്മയുടെ സ്നേഹം നമ്മൾ അവർക്ക് കൊടുക്കാൻ കഴിയണം, ഒരു മദർ ലൈക്ക് സ്നേഹം. ചിലപ്പോഴൊക്കെ മൂർസാർ പറയാറുണ്ട്, നമ്മൾ എന്താ പറയാ, എപ്പോഴും ഒരു ശകാരിക്കുന്ന മൈൻഡ് ആവരുത്, ഒരു സ്നേഹം നമുക്ക് എപ്പോഴും കൊടുക്കണം. അവര് നമ്മുടെ അടിമകളൊന്നുമല്ല കൂടെ അസോസിയേറ്റ് ആളുകൾ, നമ്മുടെ മക്കളാണ്. എന്റെ വീട്ടില് അഭിലാഷ് സാറും, അതേപോലെ തന്നെ ജെമി മേഡവും, അതേപോലെ തന്നെ ജസ്റ്റിൻ സാറും, സുന്ദരൻ സാറും, അതേപോലെ തന്നെ ദാസൻ സാറൊക്കെ വന്നു പോകുമ്പോ ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കുന്നത്, എന്റെ മക്കൾ വന്നു പോകുന്നു. എനിക്ക് 2 മക്കളുണ്ട്, ശ്രീഹരി, ശ്രീതു. അതേ തന്മയത്വത്തോടു കൂടിയിട്ട്, അതേ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഞാൻ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ കാണുന്നത്. ഭാര്യയോട് പറയുന്നത്, എന്റെ മക്കളെ വന്നു പോകുന്നു, ഒരു ചായ കുടിക്കാം, നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ എന്റെ ടീമിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം, എന്റെ മരണം വരെ, എന്റെ കൊക്കിൽ ജീവൻ അവസാനം ശേഷിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും, എപ്പോഴും ഞാനുണ്ടാവും കൂടെ. അങ്ങനെ ഒരു ധൈര്യം, മദർ ലൈക്ക് സ്നേഹം കൊടുക്കാൻ നമുക്ക് പറ്റണം. പിന്നെ സ്റ്റേ ഓൺ ട്രാക്ക്. എന്താണ് സ്നേഹിക്കാൻ, അതായത് സ്റ്റേ ഓൺ ട്രാക്ക്. ഡോൺ കിറ്റ്. വിഷമങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, ടെൻഷൻ വരും, കഷ്ടപ്പാടുകൾ വരും, പക്ഷെ ഒരിക്കലും കിറ്റ് ചെയ്യരുത്. ഡോൺ കിറ്റ്. ഡോക്ടർ ആൻസാർ മിക്കപ്പോഴും പറയാറുണ്ട്, ഡോൺ കിറ്റ് ചെയ്യരുത്. നമ്മൾ വിജയത്തിന്റെ പാതയിലാണ്, വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വിട്ടുപോകരുത്, വിജയം നമ്മുടെ കൂടെ ഉണ്ട്. സ്റ്റേ ഓൺ ട്രാക്ക്, ട്രാക്കിലൂടെ യാത്ര ചെയ്യും. അപ്പോ ഇതൊക്കെയാണ് സക്സസിന്റെ കാര്യങ്ങള്. ആ സക്സസിലേക്ക് വരാനായിട്ട് നമ്മള് ചെയ്തൊരു കാര്യം, ഒരിക്കലും വിജയിക്കില്ല, എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ, ഞാൻ അങ്ങനെയായിരുന്നു, എന്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്കിനി വിജയിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ചെയ്ത് വിജയത്തിന്റെ പാതയിലെത്തിയപ്പോ ഞാൻ ചെയ്തൊരു കാര്യം, അങ്ങനെ മനോപേക്ഷമുള്ള ഒരാളെയും ഇന്ന് വരെ ഞാൻ വെറും കൈയോടെ പറഞ്ഞു വെച്ചിട്ടില്ല. ആർ സി ബിയുടെ വിജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകളെ. എനിക്ക് അത് ഒരു ത്രില്ലാണ് എനിക്കിപ്പോ. ആർ സി ബി എന്ന് വെച്ചാൽ ആർ സി ബിനെ സ്നേഹിക്കുന്നു, ആർ സി ബിനെ പ്രണയിക്കുന്നു, എന്താ പറയാ, ആർ സി എം ആണ് എല്ലാം.
ഇന്നിപ്പോ ഭാര്യ ചേച്ചിയുടെ വീട്ടിലേക്ക് അവരൊക്കെ പോയപ്പോ എന്നോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു പ്രോഗ്രാം കാരണം ഞാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആർസ്യമാണല്ല, ആർസ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേദന എടുക്കുന്നുണ്ടെങ്കിലും ആർസ്യമിൽ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾ വിജയിപ്പിച്ചടന്നു. അപ്പോ ഗോവ ട്രിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു തീരുമാനം ഞാൻ എടുത്തു. തായ്ലൻഡ് ട്രിപ്പ് ഇനി വരുന്നു. മൈസൂർക്ക് പോകുന്നു, കുത്തബ് മീനാർ കാണുന്നു, താജ്മഹൽ അല്ല എന്താ പറയാ ഇന്ത്യ ഗേറ്റ് കാണുന്നു, ലോട്ടസ് ടെമ്പിൾ കാണുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ വിരിഞ്ഞ കാര്യങ്ങളാ അല്ലെ. ഓരോരുത്തർ ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മുടെ മൈക്രോസോഫ്റ്റ് എന്ന ഒരു ബിസിനസിന്റെ സാമ്രാജ്യം ബിൽ ഗേറ്റ്സിന്റെ മനസ്സിലാണ് ഉണ്ടായത്. ഡൽഹിയിലെ എന്താ പറയാ ലോട്ടസ് ടെമ്പിൾ ഞങ്ങൾ പോയി കണ്ടു. ഹാരിവർഡ് സാഹ്ബാൻ എന്ന് പറഞ്ഞിട്ട് ഇറാനിയൻ ആർക്കിടെക്ചറിന്റെ മനസ്സിലാണ് ഉണ്ടായത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിൽ വിരിഞ്ഞ ഒരു കാര്യമാണ് ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ടിലേക്കുള്ള ഒരു യാത്ര. നമ്മൾ യാത്ര ചെയ്യുകയാണ്, ആ വണ്ടിയിൽ നമ്മളുണ്ട് എല്ലാവരും. തായ്ലൻഡ് ട്രിപ്പിന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ പറയാ, ഏത് പുതിയ ആളുകൾ അസോസിയേറ്റ് ചെയ്താലും അവർക്കും കൂടി പോകാനായിട്ട് പറ്റും. കാരണം എന്താണ്, കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷത്തിലും നോക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി ഉണ്ടാവണം ബിസിനസ് വോളിയം, ന്യൂട്രൽ ചാർജ്. ഒരു 10 ലക്ഷത്തോളം ബിസിനസ് വോളിയം വരികയാണെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് എവിടേക്ക് തായ്ലൻഡ് ട്രിപ്പിന് എലിജിബിൾ ആവും. അത് നമുക്ക് എങ്ങനെ വരുത്താൻ പറ്റും? ഇനി ഏകദേശം ഒരു 100 ദിവസത്തോളം നമുക്കുണ്ട്. ആ ദിവസത്തിൽ നമ്മൾ എങ്ങനെ തായ്ലൻഡ് ട്രിപ്പിന് നമുക്ക് എലിജിബിൾ ആവണം എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ, നമ്മുടെ മുഹമ്മദ് സാർ പറഞ്ഞ മാതിരി പ്രോപ്പർ പ്ലാനിങ് പ്രിവെന്റ് പൂവർ പെർഫോമൻസ്. അങ്ങനെ ഉള്ളൊരു രീതിയിലൂടെ നമ്മൾ പ്ലാനിങ് ചെയ്യണം. നമ്മൾ പ്ലാനിങ് ചെയ്ത് എത്രയോ ആളുകൾക്ക് വരാവുന്ന, കപ്പിളായിട്ട് വരാൻ 18 ലക്ഷം, ഒരു 5 ലക്ഷമാണ് വന്നതെങ്കിൽ നമുക്കൊരു 10 ലക്ഷം വേണം, മിനിമം 10 ലക്ഷം. ഇത് കറക്റ്റായിട്ട് അറിയാത്ത ആളുകൾ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ടെക്നിക്കൽ അച്ചീവറുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെ ചെയ്യണം സാർ, എനിക്ക് ഞാൻ പാസ്ഔട്ട് എടുക്കണം. എത്ര ആൾക്കാർ പാസ്ഔട്ട് എടുത്തു? പാസ്ഔട്ട് എടുക്കുക, ഒരുമിച്ച് തായ്ലൻഡിൽ ട്രിപ്പിലേക്ക് നമുക്ക് എലിജിബിലിറ്റി നടത്തും. അതിനെന്ത് ചെയ്യണം? അവരവരുടെ ടെക്നിക്കൽ അച്ചീവറെ വിളിച്ചിട്ട് ചോദിക്കാം, തായ്ലൻഡ് ട്രിപ്പിന്റെ കാര്യം പറയാനുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ഒരുമിച്ചൊരു യാത്ര. വീണ്ടും നമ്മുടെ ബിൽവാരയിലേക്ക് 3 പ്രാവശ്യം പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. മൈസൂര് പോയിട്ടുണ്ട്, ഗോവയിൽ പോയിട്ടുണ്ട്, ഇനി തായ്ലൻഡ്. ആരൊക്കെ ഭാര്യമാരെ കൊണ്ടുവരണം? അതിനു വേണ്ടിയിട്ട് ഇന്നേ മുതൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും തീരുമാനം എടുക്കുക. തായ്ലൻഡ് ട്രിപ്പിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണം. ഓരോ സന്തോഷങ്ങളും, സക്സസിലേക്കുള്ള എല്ലാ സന്തോഷങ്ങളും നമുക്ക് നേടിയെടുക്കണം. ആർസിമിലൂടെ നേടാൻ ഉള്ളൊരു പദ്ധതി ആർസിമിലുണ്ട്. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിം. ഒരു മനുഷ്യനെ ഏതൊക്കെ സക്സസിലേക്ക് വരുത്താവുന്ന എല്ലാ പദ്ധതികളും ആർസിമിലുണ്ട്. ആർസിമിനെ സ്നേഹിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടത് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവരും ആ ഒരു ടാർഗറ്റ് ഏറ്റെടുത്ത് നമുക്ക് ഒരിക്കൽ ഒരു ട്രിപ്പ് നമുക്ക് പോകണം. അതിൽ കൂടാതെ ഉദയപൂർ ട്രിപ്പ് നമ്മുടെ മാർച്ചില് അത് 38 പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ട് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 38 പേർക്ക് മാർച്ചിൽ. അപ്പൊ അതിലും പോകുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രൽ ചാർജ് ഉൽപ്പന്നങ്ങളെ നമ്മൾ എങ്ങനെ നമ്മൾ സെയിൽ ചെയ്യണം? അതിനുള്ളൊരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. എല്ലാവർക്കും ഉന്നത വിജയങ്ങളും ഒരുപാട് സക്സസുകളും വിജയിച്ച് അടങ്ങൂ. നമ്മൾ വിജയിക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഉള്ളിൽ എടുക്കുക. എല്ലാ സക്സസുകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു പ്രോഗ്രാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും തീരുമാനം എടുത്തിട്ടുണ്ട്. എല്ലാവരും കേരളക്കരയാകെ തീരുമാനം എടുത്തിട്ടുള്ള ആളുകളാണ്. ഇനി വിജയശ്രീ ലാളിതരായിട്ട് നമ്മൾ തായ്ലൻഡ് ട്രിപ്പിലേക്ക് നമ്മൾ യാത്ര ചെയ്യും എന്ന് ഉറച്ച തീരുമാനം എടുക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ സെക്ഷൻ ഞാൻ നിർത്തുന്നു. ഇനിയും ഭംഗിയുള്ള ഒരു സെക്ഷനുമായിട്ടൊക്കെ ഞാൻ ഇനിയും വരുന്നുണ്ടാവും. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ആർസിഎം, ജയ് ഹിന്ദ്.